പ്രശ്നം കുഴഞ്ഞെന്നാ തോന്നുന്നേ. ഹലോ സാർ, ഞാൻ SI വിനോദ. ഫിനാൻസ് മിനിസ്റ്റർ ജനം ഇവിടെ തടഞ്ഞിട്ടിരിക്കുക. ആകെ വയലന്റാവും. ഒരു ഫോഴ്സിന് ഉടനെ ഇങ്ങോട്ട് അയക്കണം സാർ. ഓക്കെ സാർ. സാർ കാറിൽ നിന്ന് ഇറങ്ങണ്ട. ഇതിനകത്ത് നേരോട് ചെയ്യാനോ? നിങ്ങൾക്ക് എന്താണ് ഞാൻ വെച്ചിരിക്കുന്നത്? ജയിക്കാൻ മന്ത്രി മാപ്പ് പറയാൻ ഞങ്ങൾ വിടില്ല. ജനക്കൂട്ടം പിരിഞ്ഞു പോകണം. ജനക്കൂട്ടം ശാന്തരാകണം. ഇല്ല, കേരളത്തിലെ സ്ത്രീകളെ, നമ്മുടെ അമ്മ പെങ്ങന്മാരെ ഒന്നടങ്ക് അപമാനിച്ച മന്ത്രി അവരാച്ചൻ മാപ്പ് പറയണം. അല്ലാതെ ഇയാൾ ഒരടി ഞങ്ങൾ മുന്നോട്ട് വിടില്ല. കണ്ടില്ലേടാ എന്നെ കൊല്ലിക്കണ നീയൊക്കെ കാക്കി വിട്ട് കണ്ണം പിടിച്ച് തോക്കും പിടിച്ച് നിൽക്കുന്നേ. അടിച്ചൊടുക്കണേ. കൂടുതൽ വഷളാവുകയാണ്. നീയൊക്കെ വഷളാക്കിയാണ്. ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ജീവന് പുല്ലുവരെ അല്ലടോ. നിനക്കൊക്കെ എന്താണ് കോപ്പയെ തോക്ക് തന്നിരിക്കുന്നത്? സാർ, അതിനുള്ള ഓർഡർ എനിക്ക് അധികാരമില്ല സാർ. അധികാരം ആരും പിന്നെ എവിടെ പോയി കിടക്കുക? മന്ത്രിക്ക് എത്ര പോഷ കിട്ടി? 1 ടയർ കിട്ടി. അയാളുടെ വായിന്ന് വരുന്ന തിരുവചനങ്ങൾക്ക് അത്രയൊന്നും കിട്ടിയ പോരായിരുന്നല്ലോ ഗോപകുമാരെ. ജനങ്ങൾ ആകെ ഭയം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ മന്ത്രിയെ ഞങ്ങൾ കൊല്ലും. പുല്ലാണ്, പുല്ലാണ്, പോലീസ് പുല്ലാണ്. നിങ്ങൾ ബാണം ഉണ്ടാക്കരുത്. ശാന്തരായിരിക്കണം. വെടിവെച്ച് കൊന്നാലും ഈ മന്ത്രിയെ ഞങ്ങൾ വെറുതെ വിടില്ല സാർ. ഒരു 5 മിനിറ്റ് സമയം എനിക്കിതാടോ. ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ. എത്തിയാ പൊട്ടാസം പൊട്ടിച്ച് അവിടെ പോയി കിടക്കായിരുന്നല്ലോ കോപ്പെ. ആകാശത്തേക്കല്ല വെടി വെക്കേണ്ടത്. അവനൊക്കെ ചങ്കിൽ വെക്കണോ വെടി? എടോ, പോലീസിനെ നോക്കാതിരിക്കുന്നത് ജമീലോണ്ടാനല്ല, വെടിവെക്കാനാ. വെക്കണോ വെടി? ഞാൻ വെടിവെക്കാം സാർ. 10 or 100 പേര് ഇവിടെ മരിച്ചു വീഴും. നാളെ ഇതൊരു കൊലക്കുറ്റമായി വ്യാഖ്യാനിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട മന്ത്രി ഏറ്റെടുക്കോ അതോ വെടിവെക്കാനുള്ള ഉത്തരവ് എനിക്ക് രേഖാമൂലം എഴുതി തരുമോ? താൻ എന്നെ നിയമം പഠിപ്പിക്കുകയാണോ? അല്ല സാർ, അനുഭവം തന്ന പാഠം. 7 കൊല്ലം മുമ്പ് കൂത്തുപാറയിൽ അങ്ങയെപ്പോലൊരു മന്ത്രി പ്രമുഖന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു ഉത്തരവിന്റെ പിൻബലത്തിൽ ഒരു വെടിവെപ്പ് നടത്തിയ ഓർമ്മയുണ്ടോ? അന്ന് കാഞ്ഞുപോയത് 5 എണ്ണമാണ്. ആ 5 പേരുടെ രക്തസാക്ഷിത്വം പറഞ്ഞ് ഇന്നിവിടെ പല പാർട്ടിക്കാർ വോട്ട് പിടിക്കുന്നുണ്ട്. പക്ഷേ വെടിവെച്ച പാവം പോലീസുകാരന്റെ പണിയും പോയി, തുണിയും പോയി. അവന്റെ കുടുംബം വഴിയാധാരമായി. സാർ, ഞങ്ങളും സാറിനെ പോലെ തന്നെ മനുഷ്യരാണ്. മജ്ജയും മാംസവും കുടുംബവും കുഞ്ഞുകുട്ടി പരാധീനങ്ങളുള്ള മനുഷ്യര്, ജീവിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യര്. ഞങ്ങളെ ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട. ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ഉത്തരവനുസരിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ തൊപ്പി തെറിപ്പിക്കും, വെക്കണോ വിളിയും, അല്ലെങ്കിൽ തണ്ണികൾ പോലും. സാർ, ഞാൻ വെടിവെച്ചിട്ട് 100 കണക്കിന് ജനങ്ങൾ ചത്താലും വെടിവെക്കാതെ സാറ് ചത്താലും ഒന്നേ സംഭവിക്കുള്ളൂ, എന്റെ തൊപ്പി പോകും. അപ്പൊ പിന്നെ 100 പേര് ചാവുന്നതിനേക്കാൾ നല്ലത് ഒരാൾ ചാവുന്നതല്ലേ? അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുള്ളൂ, സാറ് മാപ്പ് പറയും. മന്ത്രി അവരാച്ചൻ മാപ്പ് പറയുക. മന്ത്രി അവരാച്ചൻ മാപ്പ് പറയുക. മാപ്പ് പറയാൻ ഞങ്ങൾ വിടില്ല. മന്ത്രി അവരാച്ചൻ മാപ്പ് പറയുക. എടോ പരമനാരി കമ്മീഷണറെ, ഞാൻ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല, പെൺമാണിബന്ധം നടത്തിയിട്ടില്ല. പിന്നെ എന്ത് കോപ്പിലാണോ മാപ്പ് പറയേണ്ടത്? അതിനേക്കാളും നാറിയ വർത്തമാനമാ സാറ് പറഞ്ഞെന്നാ ഇവര് പറയുന്നേ. സാറിന്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാ, സാറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. മന്ത്രി അവരാച്ചൻ മാപ്പ് പറയുക. മന്ത്രി അവരാച്ചൻ മാപ്പ് പറയുക. അല്ലെങ്കിൽ പിന്നെ സാറ് ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ തോക്ക് അങ്ങോട്ട് തരാം. സാറ് വെക്ക് വേടി വെക്ക്. അല്ലെങ്കിൽ പിന്നെ മാപ്പ് പറഞ്ഞേക്ക് സാറേ.
എനിക്കൊരു തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം, മാപ്പ്. മന്ത്രിമാരെന്ന് പറയുന്നത് വെറും മൈഗുണാപ്പന്മാരെന്ന് ധരിച്ചിരിക്കുന്ന ആ എംബോയ്ക്ക് പോലീസ് കമ്മീഷണർ തൊപ്പി ഇന്ന് തന്നെ ഊരി മാറ്റിയിരിക്കണം. കേരള രാഷ്ട്രീയത്തിലെ എന്നെ പറയല്ലേ? എന്തെങ്കിലും ഒന്ന് പറയൂ കുടശേഖര. ഈ വിക്ക് തന്നെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? സംസാരിക്കുമ്പോ മാത്രമേ മുട്ടുള്ളൂ. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനാണ് മന്ത്രി ആറ്റു അവറാച്ചൻ. അദ്ദേഹത്തെ പോലെ ഒരാളെ നടുറോട്ടിലിട്ട് ആക്ഷേപിക്കുക, എന്നിട്ട് ജനത്തെ കൊണ്ട് കല്ലെറിപ്പിക്കുക, ഒടുവിൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിക്കുക. കേവലം ഒരു പോലീസ് കമ്മീഷണർ ഇത്ര ധിക്കാരമായി പെരുമാറുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ മൈന്ദ്രകുപ്പായം കൂടെ ഊരി വെച്ച് ഈ സെക്രട്ടേറിയറ്റിൽ നമുക്ക് ബാർബർ ഷാപ്പ് പണി നടത്താൻ എന്റെ അഭിപ്രായം. ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഓർഡറിന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ആ തെണ്ടി കൈവറാമോ രാമനാഥന്റെ പേരിൽ എന്ത് നടപടിയെടുക്കും? DGP ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി 2 ദിവസത്തിനുള്ളിൽ എനിക്ക് റിപ്പോർട്ട് തരണം സാർ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. 24 മണിക്കൂറിനകം ആ കമ്മീഷണറെ പുറത്താക്കണം. അല്ലെങ്കിൽ ഈ മുന്നണിയിൽ നിൽക്കണമെന്ന് ഞാനും അവറാച്ചനും ഞങ്ങളുടെ 10 MLA-മാരും ഒന്നുകൂടി ആലോചിക്കും. ഈ രാമനാഥനെ അങ്ങനെ വിട്ടാ പറ്റില്ല. ധിക്കാരി മാത്രമല്ല, കൈക്കൂലിക്കാരൻ കൂടി അയാള്. അയാളെ പറ്റി അങ്ങനെ വല്ല പരാതിയുണ്ടോ? ഇല്ല സർ, അങ്ങനെ ഒരു പരാതിയും എന്റെ അറിവിൽ വന്നിട്ടില്ല. പിന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് അറിയാവുന്ന കേസാണെങ്കിൽ ബന്ധപ്പെട്ട ആളിനെ കൊണ്ടൊരു പരാതി തന്നാൽ ഉടൻ തന്നെ ഞാൻ അയാളുടെ പേരിൽ നടപടിയെടുക്കാം. അതിപ്പോ രേഖാമൂലം പരാതി തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചോ? ചില വൻകിട ബിസിനസ്സുകാരാവുമ്പോ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അഡീഷണൽ DGPക്ക് എന്താ അഭിപ്രായം? സർ, എന്റെ അറിവ് വെച്ചിടത്തോളം ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ പറഞ്ഞത് വളരെ ശരിയാണ്. മേലാഫീസർമാരോടും കമ്മീഷണർ രാമനാഥൻ വളരെ ധിക്കാരപരമായാണ് പെരുമാറുന്നത്. അയാളെ ഡിപ്പാർട്ട്മെന്റിൽ അറിയപ്പെടുന്നത് തന്നെ രാക്ഷസനെന്നും കായംകുളം കൊച്ചുണ്ണീന്നും. ഹായ്, എന്താ ഇങ്ങോട്ടൊക്കെ? ഈ സമയത്ത് ഇവിടെ കാണുമെന്നറിയാം. ഇന്നലെ വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു അല്ലേ? സോറി. ആ, പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതെന്റെ ഫ്രണ്ട് മീര. ഹലോ. ഹലോ മിസ്റ്റർ കൃഷ്ണകുമാർ. സർ. ഏതാണോ ഈ പൈങ്കിളികൾ? ഇത് രാധാപണിക്കർ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. ഓഹോ. രാധ, ഇത് ഇന്റലിജൻസ് IG ഗോസ്വാമി സർ. കഴിക്കുന്ന മക്കളെ കഴിക്ക്, വേണ്ട. കഴിച്ച് സന്തോഷിക്ക്. നമ്മുടെ സൊസൈറ്റി ലൈഫിൽ ഇതൊക്കെ പതിവുള്ളതാ. സർ, കല്യാണം കഴിയുമ്പോ ഇവൾക്കും നിനക്കും ഞാനൊരു വിരുന്ന് തരും. ഒരു വിരുന്ന്. വിരുന്നൊക്കെ സ്വന്തം മോക്ക് കൊടുത്താ മതി. അത് പറയാൻ നീ ആരടാ റാസ്കൽ? സൂക്ഷിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ. പെൻഷൻ പറ്റാൻ ഞാൻ ബാക്കി വെച്ചേക്കല. മൂക്കി പഞ്ഞുവെക്കാർ ആയാലൂടെ കിഴവ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ IG നടക്കുന്നു. യു ആർ മൈ സബോർഡിനേറ്റ്. തന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യും. താൻ കോപ്പിയും. സോറി, ഇവിടെ വെച്ച് സീൻ ഉണ്ടാക്കണ്ട. ഉണ്ടാക്കിയ ഗോസ്വാമിയെ ഞാൻ പൂസാമിയാക്കും. കൊച്ചുമക്കളുടെ പ്രായമുള്ള പെമ്പിള്ളേരുമായിട്ട് ശൃംഗരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഓടിച്ചതിന്റെ കൂമ്പളൊക്കെ ഞാൻ കാണോടോ. നാണമില്ലല്ലോടാ തടിമാടാ. കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ തോളത്തൊരു പടുകളവും കൈയിട്ടപ്പോ നീ അയാളെ നോക്കി സല്യൂട്ട് ചെയ്യുന്നു. എടാ, സല്യൂട്ട് ചെയ്യുന്നിടത്ത് സല്യൂട്ട് ചെയ്യണം. ചെവിക്കുറ്റിക്കിട്ട് അടിക്കുന്നിടത്ത് ചെവിക്കുറ്റിക്കിട്ട് അടിക്കണം. അതിനോട് തന്നിടം കാണിക്കാദ്യം. ഈ കണക്കിന് നീ പെണ്ണിനെ കെട്ടിക്കൊണ്ടുപോയ മേലാളമാർക്കും സോറി, ഞാനൊന്നും പറയുന്നില്ല. അസലായിരുന്നു. രാക്ഷസൻ എന്ന പേരല്ലേ? രാക്ഷസൻ നിന്റെ തന്ത. എന്റെ പേര് രാമനാഥൻ എന്നാ. ഓ, രാമനാഥൻ കൊള്ളാം. ശ്രീരാമനെ പോലെ ധീരൻ. എനിവേ, കൺഗ്രാറ്റുലേഷൻ. ഓ, നിന്റെ കൺഗ്രാറ്റുലേഷൻസ് കിട്ടാത്ത കുറവേ ഉള്ളൂ. അവിടെ ഇവിടെ എത്താത്ത 1.5 മുഴം തുണിയും ചുറ്റിക്കൊണ്ട് നാട് നീളം ഇറങ്ങിക്കോളും. നിന്നെയൊക്കെ കണ്ട ആർക്കാടി ഇളകാത്തത്? പിന്നെ സ്ത്രീപീഡനൊന്നും ബോർഡ് നോക്കി ആണുങ്ങൾക്കെതിരെ സമര സത്യാഗ്രഹോട്ട് ഇറങ്ങിക്കോളും. നേരെ ചൊവ്വേ തുണി കൊടുത്ത് നടക്കുക, ഇല്ലെങ്കിൽ പരുന്നുകാരെ പോകും. മേ കമിൻ സർ. അയ്യോ, ബഹുമാനപ്പെട്ട കമ്മീഷണർ എത്തിയോ? താൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നല്ലോ. എന്റെ കാല് പിടിക്കാൻ നടക്കുകയല്ലടാ പുല്ലേ. ഇന്നും കൂടെ നീ യൂണിഫോം വിട്ട് മീശയും പിരിച്ച് മസിലും പരിപ്പിച്ച് നടന്നോ? അവറാച്ചൻ നിന്റെ തൊപ്പി തെറിപ്പിക്കൂടാ പരമ മോനെ. വളരെ ഉപകാരം സർ. എനിക്കിട്ട് പണിയല്ലേ? എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് ഷൈൻ ചെയ്ത് നീ മറ്റേ കോപ്പനാകാന്ന് വിചാരിച്ചല്ലേ? അതിനെ ഞൊട്ടണം. എടാ, നിന്നെ കൊണ്ട് ആറ്റുവാ കുടുംബത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോയി മൂക്കൊണ്ട് ഇമ്മ ഞാൻ വരപ്പിക്കും. എന്റെ കാലും കക്കൂസ് ഞാൻ നിന്നെ കൊണ്ട് കഴിക്കും. എടാ, എന്റെ മാപ്പിളച്ച് ക്ലാരമ്മയുടെ ചട്ടയും കൊണ്ട് നിന്നെ കൊണ്ട് കഴുകിച്ചാൽ തോരക്കിടിക്കും. കേട്ടോടാ രാമനാഥൻ. തന്റെ കാല് നിൽക്കാനും തന്റെ മാപ്പിളച്ചിര ചട്ട തോരയിടാൻ പറ്റിയ പോലീസുകാർ വേറെ ഉണ്ടാവും ഇവിടെ. ഞാൻ വന്ന അതിനൊന്നുമല്ല. ഇന്നലെ രാത്രി നഗരത്തിലെ നക്ഷത്ര വേശ്യാലയം റെയ്ഡ് ചെയ്തപ്പോ അവിടെ നിന്ന് ക്യാബിനറ്റ് മിനിസ്റ്റർ അവറാച്ചന്റെ തുണിയും കോണാനും ഇല്ലാത്തൊരു കാസറ്റ് കിട്ടി.
ഇതെന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അവറാച്ചായോ എന്താടോ എനിക്കെന്താ ഇവിടെ കാര്യം? ഓവർത്ത് സാധു സ്ത്രീ സംരക്ഷകയും മഹിളാ പ്രവർത്തകയുമായ അച്ചാമ്മയുടെ വീട്ടിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു മന്ത്രി അല്ലേ? തനിക്കിപ്പോ എന്താ അറിയേണ്ടത്? അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അച്ചാമ്മയുമായിട്ട് ഈ അടുത്ത കാലത്ത് വല്ല ഒരസലുണ്ടായോ? ഉണ്ടായി കാണും. അതുകൊണ്ടല്ലേ മന്ത്രി ആടിത്തിമിർത്ത രാസകേളികൾ മുഴുവൻ അവര് ക്യാമറയിൽ ഒപ്പിയെടുത്തത്. താൻ മതിമറന്ന് രസിച്ചോണ്ടിരുന്നപ്പോ അച്ചാമ്മയുടെ മൂളയുള്ള പിള്ളേര് തന്റെ കാമകേളികൾ മുഴുവൻ ഷൂട്ട് ചെയ്ത് കാസറ്റിലാക്കിയിടോ മണ്ടം മന്ത്രി. പറയരുത്. ഞാൻ പറയുന്നല്ലേ ഉള്ളടോ. താൻ കാണിച്ച പോക്കിരിത്തരം മുഴുവൻ ഈ കാസറ്റിനകത്തുണ്ട്. തന്റെ കൊച്ചുമോളാകാൻ പ്രായമുള്ള ഒരു 15 വയസ്സുകാരി പെണ്ണിന്റെ മുമ്പില് താൻ കാണിച്ച വീരസാഹസങ്ങൾ കണ്ടാ താൻ തന്നെ ഞെട്ടിപ്പോവും. കണ്ടു നോക്കുന്നോ? രാമനാഥൻ അല്ലടോ, രാമനാറി. താൻ എന്നെ സസ്പെൻഡ് ചെയ്യും അല്ലേ? താൻ എന്റെ തൊപ്പി തെറിപ്പിക്കും അല്ലേ? ചുണയുണ്ടെങ്കിൽ എനിക്കെതിരെ ഒരു ചെറുവിരൽ എനക്കടോ. തന്നെ ഞാൻ വെല്ലുവിളിക്കുക. പക്ഷെ അതിനു മുമ്പ് തന്റെ കസേര ഞാൻ തെറിപ്പിക്കും. അതിനുള്ളതായത് കാണോ എനിക്ക്? കാണോടോ പരമോ? കമ്മീഷണറെ, എന്റെ പ്രതിച്ഛായ തകർക്കരുത്. എന്റെ ഒരു പ്രതിച്ഛായ? മന്ത്രിയോ മന്ത്രിയുടെ മക്കളോ പ്രതികളായാൽ ഉടനെ അവരുടെ പ്രതിച്ഛായ തകരും. മാനവും മര്യാദയ്ക്ക് കഴിയുന്നവരെ മനഃപൂർവ്വം പ്രതികളാക്കി അവരുടെ ഛായയും പ്രതിച്ഛായയും തകർത്ത് അവരുടെ കുടുംബത്തെ ആത്മഹത്യയുടെ വക്കത്ത് വരെ എത്തിക്കുന്നത് തനിക്കൊക്കെ ഒരു ആനന്ദമാണ്. കാരണം അവരൊക്കെ തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളാണല്ലോ. അതിന്റെയൊക്കെ തെളിവല്ലടോ പ്രമാദമായ ചാവറ പെൺവാണിഭ കേസ്. കേസിൽ ഉൾപ്പെട്ട പെണ്ണ് വേശ്യയാണെന്ന് അവളെ സമ്മതിച്ചാലും നിങ്ങൾ സമ്മതിക്കില്ല. അവളുടെ കന്യാത്വം നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞ് താൻ എത്ര പേരെയാണോ ജയിലിട്ട് ഇടിച്ചത്? അതിന്റെയൊക്കെ ശിക്ഷയാണ് അവരാച്ച ഇപ്പൊ കിട്ടുന്നത്. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു. ഇപ്പൊ അവിടെയും കമ്പ്യൂട്ടറാ, ഉടനെ കിട്ടും. എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ദേവി ഇതെന്നെ ഉപദ്രവിക്കരുത്. കേസ് ഇരുചവി അറിയാതെ ഞാൻ ഒതുക്കി തരാം. പക്ഷേ ചെലവുണ്ട്. എന്താ? എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ ഏറ്റു. എങ്കിൽ മൂന്നാറിൽ കിടക്കുന്ന തന്റെ വക 100 ഏക്കർ ഏല എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ പറയുന്ന അഡ്രസ്സിക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. എസ്റ്റേറ്റോ? മൂന്നാറിലോ? എനിക്കോ? എന്ന് തരാമെന്നാ ഈ പറയുന്നേ? വിലപേശ നീലങ്ങളെയല്ലേ. എന്റെ ഒരാള് അവറാച്ചൻ പറയുന്ന സ്ഥലത്ത് അവറാച്ചൻ വന്ന് കാണും. മാസ്റ്റർ കാസറ്റും എസ്റ്റേറ്റും പരസ്പരം കൈമാറിയതിനു ശേഷം താൻ സുഖസ്വസ്ഥമായിട്ടിരുന്ന് ഭരിച്ചോടോ. കേരള ജനത പുളകം കൊള്ളട്ടെ. തന്നെ പോലുള്ള നാറികൾ ഭരിച്ചാലേ ബാക്കിയുള്ളവന് 4 ചക്രം ഉണ്ടാക്കാൻ പറ്റൂ. ഇതൊന്ന് കണ്ടു നോക്ക്. അപ്പൊ പോട്ടെ. ഓ, ഇനി നാളെ സല്യൂട്ട് ചെയ്യാൻ എന്റെ തലയിൽ തൊപ്പിയില്ലാതെ പോയാലോ? എന്താ ഇതെന്താണോ? തനിക്ക് ഇതെന്ത് പറ്റി? ഇനിയൊന്നും പറ്റാനില്ല സി എം എ. എന്താണോ തന്റെ കയ്യില്? ഇതൊരു കാസറ്റാ. കാസറ്റോ? ഒരു സിനിമയുടെ കാസറ്റാ. തനിക്കൊക്കെ ഇത് കാണുന്നതല്ലേ ഇഷ്ടം? കമ്മീഷണറുടെ സസ്പെൻഷൻ ഓർഡർ ഇട്ട് കഴിഞ്ഞു. അയ്യോ, അത് പറയാനാണ് ഞാൻ വന്നത്. അത് പിൻവലിക്കണം. അതെന്താ? പിൻവലിച്ചേ പറ്റൂ. എന്താണോ പെട്ടെന്നൊരു മനംമാറ്റം? കർത്താവിനെ ഓർത്ത് എന്നോടൊന്നും ചോദിക്കല്ലേ സി എം എ. നമ്മുടെ ഖജനാവ് പോലെ എന്റെ ജീവിതവും കാലിയാക്കരുത്. ഈ +2 ആ ഇത്രയും പേര് ദോഷം ഉണ്ടാക്കി. ഒരുമാതിരി മറ്റോടത്തെ വർത്താനം പറയരുത്. ഈ +2 കാരണം പാർട്ടിക്ക് എത്ര ലക്ഷത്തിന്റെ പ്ലസ് ഉണ്ടായി? CS എത്ര പ്ലസ് ഉണ്ടായി? എനിക്ക് എത്ര പ്ലസ് ഉണ്ടായി? പാർട്ടി പ്രവർത്തകർക്ക് എത്ര പ്ലസ് ഉണ്ടായി? ഇനിയിപ്പോ +3 കൂടി തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഈ 3 വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം. അതാണ് +3. അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചടക്കി തിരുത്തി കുറിക്കണം. അതെ, പള്ളിക്കുടുത്തി പോത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക്. ഇലക്ഷൻ പ്രചരണത്തിൽ എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തിയേ പറ്റൂ. മറ്റവന്മാര് ചവിട്ടുനാട് ഇറക്കുമ്പോ അതിൽ ഒരു വഴി മോളി വേണം നമുക്ക്. വീഡിയോ പ്രചരണമാണെങ്കിൽ നന്നായിരിക്കും. ശരിയാ, നമുക്ക് കാസറ്റ് ഇറക്കാല്ലേ ആവറാച്ച? കാസറ്റ് ഷൂട്ട് ചെയ്തിറക്കാന്ന്. കാസറ്റോ? കാസറ്റ് ഒന്നും വേണ്ട. അതായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാസറ്റ് ഇറക്കുന്നത് നല്ലതാ വറാച്ച. അത് നല്ല സിനിമ പോലെ ഷൂട്ട് ചെയ്യണം. നമ്മുടെ ഭരണ നേട്ടങ്ങളൊക്കെ മുഴുവൻ കാണിക്കുന്ന കാസറ്റ് ആയിരിക്കണം. കാട്ടി പോയിട്ടുള്ള കഞ്ചാവ് വേട്ടയും വ്യാജമദ്യ റെയ്ഡുകളൊക്കെ ഡ്യൂപ്പിലാണ്ട് ഞാൻ തന്നെ അഭിനയിക്കും. കാസറ്റിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്നൊരു കക്ഷി വരും. കാസറ്റ് ഷൂട്ടിങ്ങിന്റെ ആൾക്കാരാ. ഗുണശേഖരം സംസാരിച്ച് തീരുമാനിക്കും. ഞാൻ ഇറങ്ങുക. വൈകിട്ട് കാണാം. വരട്ടെ അവറാച്ച. അവര് വന്നോ? വന്നെന്നല്ല, CS പോവുകയാണെന്ന്. നമസ്കാരം. 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 ഞങ്ങൾ മിനിസ്റ്റർ ഒന്ന് കാണാമെന്ന്. അകത്തുണ്ടോ? ഏത് മിനിസ്റ്ററെ? എന്താ കാര്യം? ഒരു കാസറ്റിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ മതി. ഓ, നമ്മുടെ കാസറ്റ് പാർട്ടി. വാ, മന്ത്രി നിങ്ങളെ കാത്തിരിക്കല്ലേ? കൊള്ളാം. നമ്മുടെ കാസറ്റുകാരാണ് സാർ. വരണം വരണം, ഇരിക്കണം. ഞാൻ നിങ്ങൾ വരുന്നു പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. അവറാച്ച സാറിന്റെ കാസറ്റിന്റെ പ്രശ്നം ഇവരെ കറങ്ങുന്ന തോന്നുന്നു. എന്താ? അല്ല സാറ്, ഞാൻ ഗുണശേഖരൻ.
വിളിക്കാൻ എളുപ്പത്തിന് ഞാൻ ഗുണശേഖരൻ സാറിന് വിളിച്ചോട്ടെ. അല്ല ഈ അവറാച്ചൻ സാറ്. അവറാച്ചനല്ല, ഈ കാര്യത്തിൽ ഞാനാ സാറ്. വീഡിയോ പിടിക്കണ്ടെന്ന് അവറാച്ചൻ പറഞ്ഞ പിടിച്ചടങ്ങുന്നു ഞാനും. നമ്മള് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയണ്ടേ? അല്ല എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കുന്നത് മോശമല്ലേ? ധൈര്യമായി പിടിച്ചോളൂ. എന്റെ കൂടെ കുറെ പേര് വേണം. ഗുണശേഖരന്റെ ശക്തി എന്താന്ന് ജനങ്ങൾ അറിയണം. പരശുരാമൻ മഴവും നീട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ ചിഹ്നമായ കോടാലിയെ പിടിച്ച് സാറ് നിൽക്കണം. അയ്യോ, രാമനാഥൻ സാർ ഇവരുടെയൊക്കെ ബ്ലൂ ഫിലിം എടുത്തിട്ട് ഒരു വൻ വ്യവസായമാക്കാൻ പോകുന്നു തോന്നുന്നു. ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ അതിന്റെ ഗൈനോളിഫിക്കേഷനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ഇതൊക്കെ സാറിന്റെ ഭാര്യ മക്കളും കണ്ടാൽ മോശം. കാണണം. ഇത്രയും കഴിവ് എനിക്കുണ്ടെന്ന് അവര് മനസ്സിലാക്കണം. ഇത് അവർക്കൊരു അഭിമാനല്ലോ. നല്ല ഫാമിലി. എന്റെ മോളൊരു വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. മോളോ? അല്ല സാറിന്റെ മോളും ഇമാതിരി കാസറ്റിൽ അഭിനയിച്ചിട്ടുണ്ടോ? സ്വന്തം മോളായതുകൊണ്ട് പറയല്ല, ഈ രംഗത്ത് അവള് അടിച്ചു പൊളിക്കും. സംഗതി കുഴഞ്ഞു കൊച്ചൂട്ടാ. ഇവര് കുടുംബത്തോടെ ബ്ലൂ ഫിലിം ആർട്ടിസ്റ്റുകളെന്നാ തോന്നണേ. സമയമില്ല, പറയൂ എന്ന് തുടങ്ങാൻ പറ്റും. അപ്പൊ ഈ മൂന്നാറിലെ എസ്റ്റേറ്റ്? മൂന്നാറിലൊന്നും വേണ്ട, ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് മതി. അതല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ കാസറ്റിന്റെ. അത് മൂന്നാറിൽ. മൂന്നാറും വേണ്ട, പെരിയാറും വേണ്ട, ഷൂട്ടിംഗ് ഇവിടെ വെച്ചാൽ മതി. മൂന്നാല് എസ്റ്റേറ്റ് വാങ്ങാമെന്ന പാർട്ടിയാണോ? മണ്ണാങ്കട്ട. എന്താ ഗോപന്റെ മുഖത്തൊരു വാട്ടം? തനിക്ക് വിഷമം തോന്നി? തോന്നി സാർ. കമ്മീഷണർ രാമനാഥന്റെ വ്യക്തിത്വത്തോടുള്ള ആരാധനയാണ് IAS വേണ്ടെന്ന് വെച്ച് ഞാൻ IPS എടുക്കാനുള്ള കാരണം. ആ കാസറ്റ് കൈ തന്നപ്പോ നാടിനെ ഇളക്കി മറിക്കുന്ന ഒരു ഇഷ്യൂ ആക്കി സാർ അതിനെ മാറ്റും എന്ന് ഞാൻ കരുതി. ബട്ട് ഐ എം ഫീലിംഗ് ഡിഫീറ്റഡ്. സാറിന് എന്തു പറ്റി? ഈ നിലപാട് തെറ്റല്ലേ സാർ? അല്ലടോ, ഇന്നിന്റെ ശരി ഇതാ. ഇത് കലിയുഗമാണ്. ദേവനാണെങ്കിൽ കൂടി രാക്ഷസ വേഷം കെട്ടിയാലേ ഇവിടെ ആടാൻ പറ്റൂ. കാരണം നമ്മളെ ഭരിക്കുന്ന ചില ഭരണാധികാരികൾ പോലും രാക്ഷസന്മാരെക്കാൾ ക്രൂരന്മാരാണ്. ഇപ്പോ തെളിവുകളെല്ലാം ശേഖരിച്ച് നമ്മൾ അവറാച്ചനെ അറസ്റ്റ് ചെയ്യുന്നു വെച്ചോളൂ. നമുക്ക് കിട്ടുന്നത് സസ്പെൻഷൻ ആയിരിക്കും. പിന്നെ കുറെ രാഷ്ട്രീയക്കാരുടെ ആജന്മ ശത്രുതയും. എത്രയോ അനുഭവമുള്ളവനാടോ ഞാൻ. തനിക്കറിയോ, പണ്ടൊക്കെ നാട്ടിൻ പുറത്തെ വീട്ടിലൊരു ചെറുപ്പക്കാരനെ പോലീസ് അന്വേഷിച്ചു വന്നാൽ അവനിവനെ പെണ്ണ് കിട്ടുകയില്ല. പക്ഷെ ഇന്ന് ക്യാബിനറ്റ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് പോലും വെട്ടിപ്പിനും തട്ടിപ്പിനും എത്ര നാൾ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നെ കണക്കെടുത്തിട്ടാ. മോഷണവും വഞ്ചനയൊക്കെ ഇന്ന് മാന്യതയാടോ. ഇവിടെ ഇപ്പൊ തന്റെ ആരാധ്യ പുരുഷനായ രാമനാഥൻ ചേരയെ തിന്നുന്ന നാട്ടിലാണ്. ഞാൻ അതിന്റെ നടുത്തുണ്ടം തിന്നും. അതെന്റെ ഒരു വാശിയ. ചിലരോടൊക്കെയുള്ള വൈരാഗ്യമാണെന്ന് കൂട്ടിക്കോ. ലോയൽറ്റി ഈസ് എ ബ്ലഡി ഫൂളിഷ്നെസ് ഓഫ് ദിസ് 21st century. താനിക്കിപ്പോ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പോയിക്കോളൂ. പെണ്ണിനെടുത്തോണ്ട് എവിടാ രാജാ? തപ്പിയെടുക്കണവനെ. പെണ്ണിനെ തട്ടിക്കൊണ്ടു ആരാണെന്ന്? ഞങ്ങളുടെ കോളനിക്കാരെ അനാവശ്യം പറയരുത്. ഞങ്ങൾ അത്രക്കാരല്ല. എന്തോ കുഴപ്പമുണ്ടായിരുന്നു. അഡീഷണൽ DGP സംഘം വന്ന് ചാടി. അവര് നമ്മുടെ ആൾക്കാരെ തല്ലുക. എന്താ കാര്യം എന്നറിയാം. ഏതായാലും ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ മോളെയും കൂടെ കണ്ട അയാളില്ലാത്ത കഥകളുണ്ടാക്കും. പത്രസേ, നീ മീരയും കൊണ്ട് വെക്കോ. നിനക്ക് കാര്യമാണ് അല്ലടാ. എവിടെയാ കഴിവറമൻ? എന്താ സർ പ്രശ്നം? താനെന്താ ഇവിടെ? ചുമ്മാ ഈ വഴി വന്നാണ് സർ. ചേരിയിലെ ഏതോ ഒരു തെണ്ടി കഴിവറയുടെ മോൻ മന്ത്രി അവറാച്ചന്റെ അനിയൻ ആന്റണിയുടെ മോളെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഏതൊരാ ഏർപ്പാളി? നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ അമേരിക്കക്ക് പോകേണ്ട പെണ്ണ. ഈ ചേരിയിലെ ഏതൊരു തെണ്ടിച്ചെറുക്കൻ അവളെ പുറകെ നടക്കാൻ നോക്കിയിട്ട് കുറെ നാളുകളായി. അവനെ പിടിച്ച് കുറെ ദിവസമായി ഞാൻ അവളെ പുറത്തിറക്കിയിട്ടില്ല. ഇന്ന് കോളേജിൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഞാൻ തട്ടിക്കൊണ്ട് പോയി. കാശിത്തള്ളയുടെ വീട്ടിലൊരു പെണ്ണ് വന്നിരിക്കുന്നു. വാടോ രാജാ. കുടുംബത്തിന്റെ മാനം കളയാൻ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കാനുള്ളടി നിന്നെ ഞാൻ. ഇവിടെ തല്ലിട്ട് എന്താ കാര്യം ആനപ്പാ? നമുക്ക് വേണ്ടത് അവനെയാ. ആരടി കാശി മുത്തശ്ശി? നീയാണോടി കാശിത്തല്ല? ഈ പെണ്ണെങ്ങനെ ഇവിടെ വന്നത്?
സത്യമായിട്ട് ഇങ്ങനെ ഒരു പെണ്ണിവിടെ വന്നത് എനിക്കറിയില്ല സാറേ. അവർക്കറിയാടോ. രണ്ട് നല്ല പെട കൊടുക്ക്. കിളവി തത്ത പറയണ പോലെ പറയും. മര്യാദയ്ക്ക് പറഞ്ഞോതല്ലേ. വയസ്സിയാണ് ഞാൻ നോക്കിയാല പറയാൻ. ദൈവത്തിനാണ് എനിക്ക് അറിഞ്ഞൂടാ സാറേ. ഞാൻ പോയില്ലായിരുന്നു. വേണ്ട, ഇപ്പോഴങ്ങോട്ട് പോണ്ട. ഈ നിൽക്കുന്ന ഏതെങ്കിലും നായിന്റെ മക്കൾക്ക് അറിയാവടാ ആ തെണ്ടി ആരാണെന്ന്? നേര് പറഞ്ഞില്ലെങ്കിൽ ചേരി അടിച്ച് നിരത്തി കളയും ഞാൻ. ആറ്റുവാക്കര കുടുംബത്തിൽ കയറി തന്തയ്ക്ക് പുറക്കാഴ് കാണിച്ചവൻ ആരാണേലും ശരി, അവന്റെ ശവം കൊണ്ടേ ഞങ്ങൾ പോവൂ. കണ്ണും പിടിച്ചത് കളഞ്ഞത് വണ്ടി കയറി. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? പുല്ലേ, നിന്നെ കൊണ്ടേ ഞാൻ പോവൂ. രാജാ പിടിച്ച് വണ്ടി കയറ്റടാ. അവളൊന്നും ചെയ്യരുത്. ഓഹോ, അപ്പൊ നീയാണ് ഈ തെമ്മാടിത്തരം കാണിച്ചതല്ലേ? മാനവും തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്ന് നീ പെണ്ണിനെ അടിച്ചോണ്ട് പോരും അല്ല? സാർ, ഞാൻ ആരെയും തട്ടിക്കൊണ്ടു വന്നിട്ടില്ല. ഈ കുട്ടി ഇവിടെ വന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. നീ ഇവളുമായിട്ട് പ്രേമത്തിലാണ് ആണോടാ? പറടാ. അതെ. ആറ്റുവാക്കര കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നിനക്ക് പ്രേമിക്കണം അല്ലടാ ചെറ്റേ? അടിച്ച് കൊല്ലണ കോമസേവനെ. ഞാൻ തനിച്ചാ വന്ന്. എന്നെ ആരും തട്ടിക്കൊണ്ട് വന്നതല്ല. അയ്യോ, ഇനി അവനെ തല്ലരുത്. ആ പെണ്ണ് പറഞ്ഞ കേട്ടില്ലേ, ഇവനല്ല അവളെ തട്ടിക്കൊണ്ട് പോകുന്ന. ഓഹോ, ഇവനെ തൊട്ടാ തനിക്ക് നോവല്ലേ? എനിക്കറിയാം തന്റെ ബലത്തിലാ ഇവൻ ഈ തെമ്മാടിത്തരം കാണിക്കുന്നതെന്ന്. ചേരിയിലെ തെണ്ടികൾക്ക് ഒരു പെണ്ണുകൂട്ടി കൊടുക്കാൻ തുടങ്ങിയതാണ്. സർ പ്ലീസ് പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്. സാറ് പറഞ്ഞ പണി ഞാൻ ചെയ്യാറില്ല. പക്ഷേ എന്ത് പണിയെടുത്തും നക്ഷത്രങ്ങളുടെ എണ്ണം കൂട്ടുന്ന ഡിപ്പാർട്ട്മെന്റിലെ പോലീസ് മെമ്പർ ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഐ ഡോണ്ട് വാണ്ട് ടു ബെലിറ്റിൽ മൈ സുപ്പീരിയർ. പ്ലീസ് പറ വച്ചേ, നീ എന്തിനാ തനി ഇറങ്ങി പോകുന്നത്? എനിക്ക് അപ്പൂനെ ഇഷ്ടം. ഇഷ്ടമാണെന്ന് വെച്ച് ആരും അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാ വേണ്ടത്? ഞാനിന്ന് പോന്നില്ലായിരുന്നെങ്കിൽ ഇവരെന്നെ അമേരിക്കക്ക് വിടുമായിരുന്നു. എനിക്ക് അപ്പൂനെ വിട്ടു പോകാൻ പറ്റില്ല. ഈ അപ്പു ആരാ എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണോ കുട്ടി അവനെ ഇഷ്ടപ്പെട്ടത്? കിടക്കാൻ പട്ടുമത്തയും കഴിക്കാൻ സ്വർണ്ണത്തളിയും പരിചരിക്കാൻ ചുറ്റും പരിചാരകരുമുള്ള ഒരു വലിയ വീട്ടിലെ പെണ്ണാതി. അപ്പുവിന്റെ വീട്ടിൽ കിടക്കാൻ ഒരു പായ പോലും കാണില്ല. വിദേശ നിർമ്മിത സ്പ്രേയുടെ മണമറിഞ്ഞ നിനക്ക് ഈ ചേരിയിലെ ദുർഗന്ധം സഹിക്കാൻ പറ്റില്ല. പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ പലതും തോന്നും. പക്ഷേ ജീവിതം ആരംഭിക്കുമ്പോഴേ എന്റെ കയ്പ് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പൊ ഇവരോട് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല, ഞാൻ പോവില്ല. എല്ലാം സഹിക്കാൻ തയ്യാറായി തന്നെ ഞാൻ വന്ന്. എല്ലാരും ചേർന്ന് എന്നെ പറഞ്ഞയച്ച സത്യമായിട്ട് ഞാൻ ചത്തുകളയും. നീ ചത്താലും നിന്നെ കൊണ്ടേ ഞങ്ങൾ പോകും. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. പ്രായപൂർത്തി വന്നൊരു പെണ്ണാണ് അവള്. അവള് സ്വമേധ ഇറങ്ങി പോകുന്നതാണ്. ഇവിടെ നമുക്കോ നിയമത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പെണ്ണിന്റെ തീരുമാനമാണ് പ്രധാനം. മിസ്റ്റർ രാമനാഥൻ, ഈ ചേരി കൂടി ഉൾപ്പെടുന്ന സിറ്റിയിലെ പോലീസ് കമ്മീഷണറാണ് നിങ്ങൾ. നിങ്ങളിപ്പോ പറയുന്നതും കാണിക്കുന്നതും ചേരിയിലെ എംബോക്കികളുടെ നേതാവിനെ പോലെയാണ്. നിങ്ങൾ നിങ്ങളുടെ പൊസിഷനും ഡിഗ്നിറ്റിയും മറക്കുന്നു. തൽക്കാലം രാമനാഥൻ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. സോറി സർ, ഈ കാര്യത്തിൽ സാറിനെ അനുസരിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. പൊസിഷനും ഡിഗ്നിറ്റിയും പ്രസ്റ്റീജും ഒക്കെ പണക്കാർക്ക് മാത്രമല്ല സർ, പാവപ്പെട്ടവർക്കുണ്ട്. ചേരിയിൽ ജനിച്ചു പോയതുകൊണ്ട് ഇവർക്ക് ആത്മാഭിമാനവും അന്തസ്സും ഇല്ലെന്ന് ധരിക്കരുത്. അല്ല, ഇതൊന്നും സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പൂന്തുറക്കടപ്പുറത്ത് നൂറുകണക്കിന് ആളുകൾ വർഗീയ ലഹളയിൽ മരിച്ചു വീണപ്പോ AC റൂമിൽ നിന്ന് ഇറങ്ങാത്ത സാറിന്റെ നീതിബോധം ഒരു SI അന്വേഷിക്കേണ്ട പെണ്ണ് കേസിൽ ഉണർന്നെണീറ്റതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായില്ല. ഒരു ബറ്റാലിയൻ പോലീസുമായിട്ടുള്ള ഒരു കൊച്ചു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. സാർ, നമ്മൾ തമ്മിൽ കുസ്തി പിടിച്ച് കാക്കിക്കുപ്പായത്തിന്റെ വില കളയുണ്ട്. സാറിപ്പം മടങ്ങിപ്പോണം. നമുക്കൊന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഈ അന്തോണിച്ചൻ ആറ്റുവാക്കര മത്തായിച്ചന്റെ മോനാണെങ്കിൽ മാമോദീസ വെള്ളം തലയിൽ വീണതാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോ എന്റെ മോളെ കൊണ്ടേ പോകൂ. തടുക്കാൻ ചടങ്ങുകൾ തടുക്കണ. വാട്ട് ഈസ് യുവർ ഫൈനൽ ഡിസിഷൻ സർ? അന്തോണിച്ച, തൽക്കാലം നമുക്ക് തിരിച്ചു പോവാം. താൻ ഇതെന്നതാ കോമസേ പറയുന്നേ? തിരിച്ചു പോകുന്ന അനുചേട്ടാ നല്ലത്. തന്റെ പെൺകുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ നോക്കണം. താൻ ഇവരോട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കണം സർ. വാ അന്തോണിച്ച. സ്വന്തം അനുജനെ പോലെ കരുതി എന്നെ നീ എസ്പേഡ് ഏടാൻ കൂലിയാക്കി നാടൻ കളിക്കായിരുന്നടാ. പേടി കൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഈ കുട്ടിയെ സ്നേഹിച്ചു എന്നല്ലാതെ ഞാൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നോട് പൊറുക്കണം. സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. എന്തും. ഇവിടെ ഞാൻ പറഞ്ഞു വിടണോ? സാറ് പറയും. സാറേ, എന്റെ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. അവക്ക് അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവരൊന്നിച്ച് ജീവിച്ചോട്ടെ. സാറ് വിചാരിച്ചാ മാത്രമേ നടക്കൂ.
ഈ മുത്തച്ഛിയുടെ അപേക്ഷയായത്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇറ്റ്സ് വെരി ഡിപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് സീരിയസ് മാറ്റർ. അയ്യോ അങ്ങനെ പറയല്ലേ, പത്രോസേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഒന്നുകൂടി അടിച്ചേ. ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ എന്തും കേൾക്കും. എന്റെ മുഖത്ത് നോക്കാൻ തന്നെ പുള്ളിക്കാരന് പേടിയാ. അതിപ്പോ എനിക്കുണ്ട്. നീ പേടിക്കണ്ട. പക്ഷെ സംഗതി പെൺപാണിവായതുകൊണ്ടാ എനിക്കൊരു മടി. അയ്യോ ഇത് പെൺവാണിപ്പല്ല, ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്രേമിച്ചതാ. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എടാ ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? പെണ്ണ് നിന്റെ കൂടെ 2 മാസം താമസിച്ചതിന് ശേഷവും വേണമെങ്കിൽ ഇത് പെൺപാണിവാക്കാം. അവക്ക് വേണമെങ്കിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ പോവുകയും ചെയ്യാം. എന്തും പറഞ്ഞ് തോന്നിയത് ഞാനാ. എന്തും പറഞ്ഞ് അവളുടെ ചരിത്രം നഷ്ടപ്പെടുത്തിയതും പറഞ്ഞ്. ചരിത്രമല്ല ചാരിത്രം. സിർജിനിറ്റി. നിന്റെ സിർജിനിറ്റിക്ക് ഇല്ലല്ലോ. അയ്യേ പത്രോസേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അവളിന്ന് വന്നല്ലുള്ളൂ, ചേട്ടൻ അടിച്ച് ഫിറ്റായ. നീ നോക്കണ്ട, നിന്റെ ഏമാന്റെ കാറ്റ് പോയെന്നാ തോന്നണേ. അഡീഷണൽ DGP മന്ത്രിയൊക്കെ കൂടെ അങ്ങേരെ കൊന്നു കാണും. ഈ പത്രോസ് പോകേണ്ടി വരുമല്ലോ അങ്ങേരെ കൊണ്ടുവരാൻ. ആരാടാ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരുള്ള വീട്ടിലേക്ക് 2 ടോർച്ചടിച്ചു നോക്കണം. രാമനാഥൻ സാറാ വരുന്നത്. എന്റെ കാര്യം ശരിയാക്കണേ. നീ പൊക്കോടാ, ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. നീ എന്റെ പ്ലാ കണ്ടോ? പ്ലാ പ്ലാ പ്ലാ. ആ ചെറ്റ പെണ്ണുങ്ങളുടെ പുറകെ ബാക്കിയുള്ളവനെ കിടക്ക പ്രതിയില്ലാത്തത്. നിന്നെ ഒന്നും സ്നേഹിക്കാൻ കൊള്ളുകടാ പൊന്നൊക്കെ. ബാക്കി പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ലാന്ന് മിസ്റ്റർ രാമനാഥൻ. നീ എന്താ വിളിച്ചേ? അല്ല മിസ്റ്റർ രാമനാഥൻ സാറിന് വിളിച്ച തെറ്റ. പെണ്ണിനെ പറ്റിയും പ്രേമത്തിനെ പറ്റിയും സാറിന് ഒരു പുണ്ണാക്കും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ജെയ്സി അപ്പു തമ്മിലുള്ള പ്രേമം ഗാഢമാണ്. തങ്കമ്പുഴയും രമണനും പോലെ, നയനാരി കരുണാകരനും പോലെ. അതേപ്പറ്റി എന്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താടാ? എന്റെ അഭിപ്രായത്തിൽ അവൻ കഴിച്ച് തണ്ടിത്തരോ ചെത്തരോ എന്ന് പറയാൻ ഞാനെങ്ങനെ പറയണം? പത്രോസ് പാരയെന്ന തോന്നണേ. ഇയാൾക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്ത എന്നെ വേണം തല്ലാൻ. മൂക്കറ്റം വെള്ളം അടിച്ചോണ്ട് മോങ്ങുന്നു. പോയി വിളിച്ചോണ്ടവനെ. അപ്പേ അങ്ങോട്ടൂടെ പോവോ? അല്ല അപ്പ വിളിക്കാനായിട്ടാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ എന്നെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞില്ല. എന്നോട് ചോദിക്കാതെ കണ്ണിക്കണ്ട തോന്നിവാസം കാണിക്കുന്നവനൊന്നും കയറി വരാനുള്ള വീടല്ലത്. ചോദിച്ചിട്ടൊക്കെ പ്രേമിക്കാൻ പറ്റുമോ? വേണ്ടടാ, നീ പ്രേമിച്ച് മരിക്ക്. പിന്നെന്താ പ്രേമഭാജനത്തെ അവിടെ ഇട്ടുണ്ട്, നീ മാത്രം ഇങ്ങോട്ട് എന്നുള്ളത്? അത് പിന്നെ സാറിന് സംശയം തോന്നണ്ടെന്ന് കരുതി. എന്ത് സംശയം? അല്ല, രാത്രിയിലെ ആകെ ഒരു മുറിയുള്ള വീട്ടിലെ ഞാനും ആ പെണ്ണും ഞാനും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ മാനക്കേട് സാറിനല്ലേ? സംഭവിച്ചാ കൊന്നുകളെ ഞാൻ. ഒന്നും സംഭവിക്കില്ല, അമ്മച്ചാണ് ഒന്നും സംഭവിക്കില്ല. ആ പിന്നെ നാളെ രാവിലെ അവളെ കൊണ്ട് വീട്ടിലാക്കിയേക്കണം. വീട്ടിൽ കൊണ്ടാക്കാനോ? എന്താ പറ്റിയല്ലേ? സാറ് പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. എനിക്ക് നിങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന് അവര് വാക്ക് തന്നു. സത്യമാണോ? സത്യം ചെയ്യിച്ചു. കല്യാണത്തിന് ശേഷം നിന്നെ അവർ അമേരിക്കയിൽ കൊണ്ടുപോകും. പക്ഷേ അതിനു മുമ്പ് അവരെ മാനം രക്ഷിക്കാൻ വേണ്ടി നീ ആ പെണ്ണിനെ അവിടെ കൊണ്ടുവന്നാക്കണം. ഈശ്വര, ഞാൻ എങ്ങനെ സാറിനോട് നന്ദി പറയണ്ട? നന്ദിയൊന്നും പറയണ്ട. അപ്പൊ കൂടെ സാറ് ചെല്ല്, അല്ലെങ്കിൽ ആ പെണ്ണ് പേടിക്കും. എന്നാ പോയിക്കോട്ടെ. പിന്നെ നീ തിന്നെ കിടന്നാ മതി. കല്യാണം കഴിയുന്നവരെ സെക്യൂരിറ്റിയുടെ ചാർജ് എനിക്കാ, മനസ്സിലായി? അയ്യോ, ഞാൻ വേണേ മുറ്റത്ത് കിടന്നോളാം. സാറിന് വേറെ ഒന്നും തോന്നരുത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഗുഡ് നൈറ്റ്. എന്തിരിപ്പാ കുട്ടിയേത്? ഇന്നലെ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടച്ചോ നീ? എല്ലാം ഈശ്വരൻ നേരാക്കി തരുമോ? അപ്പു വന്നില്ലേ ഇതുവരെ? അവൻ രാമനാഥൻ സാറിനെ കണ്ടിട്ട് രാത്രി തന്നെ വന്നല്ലോ. ഇത്തിരി ഇരുട്ടിച്ചാ വന്നത്. പിന്നെ തന്നെ കിടന്ന് ഉറങ്ങി. ഉണങ്ങിട്ടില്ല. മുത്തച്ഛി കോലി പോയിട്ട് ഇപ്പൊ വരാം. എന്റെ മോള് സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ. ദാ ചായ കുടി.
എപ്പോഴാണ് കിടന്നേ? എന്തിനാ കിടന്നേ? അപ്പുന്റെ കൂടെ അല്ലാതെ പിന്നെ എവിടെ ഞാൻ കിടക്കേണ്ടത്? ഞാൻ ഇവിടെ രാത്രിയിൽ കിടന്നു. എന്റെ അമ്മച്ചി, എന്താ നിന്നെ ഒന്ന് തൊടുപോലും ഇല്ലെന്ന് ഞാൻ രാമാസാറിന് വാക്ക് കൊടുത്താ. എന്നിട്ടിപ്പോ അബോധാവസ്ഥയിൽ നീ എന്റെ കന്യാത്വം കവർന്നെടുത്തോടി. ഈശ്വര, എന്റെ വെർജിനിറ്റി പോയി. ഒരു സ്നേഹവും ഇല്ലേ അപ്പൂന്? ഇന്നലെ രാത്രി എന്നെ തനിച്ചാക്കിയിട്ട് പോയില്ലേ? വന്ന ദിവസം തന്നെ എന്നോട് ഇത് വേണ്ടായിരുന്നു. ഞാൻ ഒത്തിരി കരഞ്ഞു. എല്ലാരും ഉപേക്ഷിച്ചല്ലേ അപ്പു ഞാൻ വന്നേ. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? സോറി മോളെ, മനഃപൂർവ്വം നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. എന്ത് അത്ഭുതം? പറയാം. അതിനു മുമ്പ് നിന്റെ പരിഭവം ഒന്ന് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. രാമനാഥ സാറിന് കൊടുത്ത വാക്ക് തൽക്കാലം കാശിക്ക് പോട്ടെ. അവിടെ ഇല്ല. അയ്യോ ഈശ്വര, ഇന്നിവിടെ കൊല നടക്കും. ഇതുവഴി പോയാൽ കാണും. അയ്യോ, അതുവഴി പോവല്ലേ, ഇങ്ങോട്ട് കട്ടിന്റെ അടി കയറിക്കോ. നിനക്കെന്താ ഒരു സിനിമാസ്കോപ്പ് ചിരി? രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു. ആറ്റുവാക്കാര് അത്ര നല്ലവരായതുകൊണ്ട് ടെൻഷൻ. രാത്രി പ്രശ്നമൊന്നും ഉണ്ടായില്ല? എന്ത് പ്രശ്നം? ഞാനിവിടെ കിടന്നു, അവള് മോളിൽ കിടന്നു. അല്ല, അകത്ത് കിടന്നു. അതല്ലടാ മരക്കഴി. ആ ആന്റണി സംഘവും ഒന്നും വല്ല കുഴപ്പമുണ്ടാക്കിയെന്ന് ചോദിച്ചാ നീ അവളോട് കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അവളോട് പറയാം. എവിടെ അവള്? എവിടെ അവള്? ആകാശത്തില്. അല്ല, അകത്ത്. എന്തേ അവള്? ഷേവ് ചെയ്യാ. അല്ല, പല്ലേക്കണോ? നീ അവളെന്ന് വിളിച്ച്? ഇപ്പൊ പറ്റില്ല. എന്താ പറ്റാ? വേറെ ചില പ്രശ്നമുണ്ട്. ഇപ്പൊ പറ്റില്ല. എന്താ പ്രശ്നം? ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താണ് പ്രശ്നം? ബാത്റൂമില്ല. എന്നാ നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ? ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ നിനക്ക് തലയ്ക്ക് വട്ടായ? വട്ടായ? എനിക്കും അങ്ങനെ തോന്നാ. ആകപ്പാടെ ഒരു പരിഭ്രാന്തി. വെറുതെ ചിരിക്കാനും കരയാനും അങ്ങോട്ട് തോന്നുക. ഇതിനാണ് സാർ വട്ടെന്ന് പറയാ? ഇതിനും വട്ടെന്ന് പറയാറുണ്ട്. നിനക്കെന്താ കോങ്കണ്ണുണ്ടോ? ദൈവമേ, സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കോങ്കണ്ണും വരുന്നുണ്ട്. കംപ്ലീറ്റ് പ്രോബ്ലംസാ. എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും രാവിലെ തന്നെ പെങ്കൊച്ചിനെ കൊണ്ട് വീട്ടിലാക്കി. അയ്യോ, ഒന്നുമില്ല, വെറുതെ അയ്യോ. പെണ്ണ് കട്ടിലടിക്കണമെന്ന് വിഷമിക്കുന്നുണ്ടാവല്ലേ? അതെ. സാറെന്താ പറഞ്ഞേ? ഒന്നാമത് നീ അവളെ വളച്ചൊരു പരുവത്തിലാക്കി. കട്ടിലിനടി കിടന്ന് ഇനിയും വളഞ്ഞ അരിവാള് പോലെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. എന്നിട്ട് പോകാൻ പറയണം അവള്. ഇറങ്ങി പോരെ, കണ്ടുപിടിച്ച് കൊണ്ടാക്കിട്ട് എന്നെ ഒന്ന് വിളിക്കണം. പ്രോട്ടോ കേളൊന്നും നോക്കണ്ട രാമനാഥ. പ്രോട്ടോ കേളല്ല സർ, പ്രോട്ടോകോൾ. എന്തായാലും പ്രോ ഉണ്ടല്ലോ. നമ്മളിപ്പോ സുഹൃത്തുക്കളാണോ? ഞാൻ മന്ത്രിയായത് എന്റെ തെറ്റാണോ? അല്ല സർ, ജനങ്ങളുടെ തെറ്റാണ്. തമാശ തമാശ. എന്നെ വിളിപ്പിച്ച കാര്യം പറ സർ. പറയാം. ഇതാരാണെന്നറിയോ? ഇയാളെ നമ്മുടെ വിഷമദ്യ ദുരന്ത കേസിലെ 1-ാം പ്രതി പൊന്നച്ചന്റെ അനിയനല്ലേ? എനിക്കറിയാം സർ. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതിന്റെ പാട് ഇപ്പോഴും ഇയാളുടെ ദേഹത്തുണ്ടാവും അല്ലേടോ? അതെ, ചോദ്യം ചെയ്തപ്പോ ഞാൻ 1-2 കള്ളം പറഞ്ഞു. പോലീസ് എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നവരെ തല്ലാനുള്ളവരാ അല്ലേ കമ്മീഷണറെ? പിന്നെ ഞാനൊരു റെക്കമെൻഡേഷന് വേണ്ടിയാ വിളിപ്പിച്ചത്. പൊന്നച്ചനെതിരെയുള്ള കുറ്റപത്രം മറ്റന്നാളെ കോടതിയിൽ സമർപ്പിക്കുന്നെന്ന് കേട്ടു. അയാൾക്ക് കൊലക്കയർ വരെ കിട്ടാവുന്ന തരത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഞാൻ ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും പൊന്നത്തിന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല സർ. പറ്റണം. അതിനാ കമ്മീഷണർ വിളിപ്പിച്ച്. കമ്മീഷണറും ഞാനും അവറാച്ചനും നമ്മുടെ പാർട്ടിയൊക്കെ ഒരേ ഗ്രൂപ്പാണെന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞ്. മനസ്സിലായോ? അവറാച്ചന്റെ 100 ഏക്കർ ഏലത്തോട്ടം. ഉള്ള കാര്യം നേരെ പറയാലോ. കമ്മീഷണർക്ക് വീണ്ടും കാശുണ്ടാക്കാനുള്ള ഒരു തന്ത്രം പറയാനാ വിളിപ്പിച്ചേ. ഞാൻ എന്ത് തന്ത്രം പയറ്റിയാലും ശിക്ഷ വിധിക്കുന്നത് കോടതിയല്ലേ സർ? കോടതിയൊക്കെ രാമനാഥന്റെ പേനയുടെ മുമ്പിൽ പുഴുക്കളാ. അതൊക്കെ എനിക്കറിയാം. കൂടുതലൊന്നും പറയുന്നില്ല. കുറ്റപത്രത്തിൽ പൊന്നച്ചന് രക്ഷപ്പെടാനുള്ള പഴുതുണ്ടായിരിക്കണം. കമ്മീഷണറെ, പൊന്നച്ചനകത്തായാൽ മദ്യദുരന്തം തീരുന്നു തോന്നുന്നുണ്ടോ? ചുമ്മാതാ. ഒരു വൈപ്പിൻ, പിന്നെ പുനലൂര്, കല്ലുവാതിക്കൽ, കല്ലമ്പലം, അതിങ്ങനെ മനുഷ്യചങ്ങല പോലെ നീളും. 15 പേരെ കൊന്നൊരു പൊന്നച്ചൻ പോയാൽ 100 പേരെ വിഷം കൊടുത്തു കൊല്ലാൻ മറ്റൊരു പൊന്നച്ചൻ വരും. വന്നില്ലെങ്കിൽ സാറിനെ പോലുള്ളവർ വരുത്തും. വരുത്താതിരിക്കാൻ പറ്റുമോ അനിയ? നിലനിൽക്കണ്ടേ? സത്യത്തിൽ ഇവിടെ ശിക്ഷിക്കേണ്ടത് പൊന്നച്ചന്മാരെ അല്ല സർ, അവരെ സൃഷ്ടിക്കുന്ന ഗുണശേഖരന്മാരെയാണ്. അവരിൽ നിന്ന് കോടികൾ കൈക്കൂലി വാങ്ങുകയും ധൂർത്തടിക്കുകയും മണിമന്ദിരങ്ങൾ പണിയുകയും ചെയ്യുന്ന നിങ്ങൾ രാജാവായിരുന്നുകൊണ്ട് തന്റെ പ്രജകൾക്ക് വിഷവീര്യം വിളമ്പാൻ കൂട്ടുനിൽക്കുന്നു.
ഇതെല്ലാം അറിയുന്ന പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വോട്ട് ചെയ്യുന്നു. എല്ലാം മനസ്സിലാക്കുന്ന പാവപ്പെട്ട നിയമപാലകർ നിങ്ങൾക്ക് വീണ്ടും സല്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ മഹത്തായ ജനാധിപത്യത്തിന്റെ ഈ കറുത്ത ഭാഗത്താണ് സാർ രാമനാഥൻ. പൊന്നച്ചന്റെ കുറ്റപത്രത്തിൽ വെള്ളം ചേർക്കാൻ ഞാൻ തയ്യാർ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഇയാളോടൊന്ന് സംസാരിക്കണം. ആയിക്കോട്ടെ, പക്ഷെ സഹായിക്കണം. നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യല്ലേ? പൊന്നച്ചനെ കേസിൽ ഊരിയെടുക്കാൻ മന്ത്രി ഗുണശേഖരന്റെ കുടുംബ ഖജനാവിലോട്ടും അയാളുടെ പാർട്ടി ഖജനാവിലോട്ടും എത്ര കൊടുക്കാന്നാടോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? 1 കോടി. സാറിന് 10 ലക്ഷം രൂപ തരണമെന്നാ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പൊന്നച്ചൻ പേരിന് നിന്നാ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റുമെന്ന് സത്യമിട്ട് പറഞ്ഞതാ സാർ ഈ 2 മന്ത്രിമാരും. ഒടുവിൽ ഇപ്പൊ പ്രശ്നം വന്നപ്പോ കുറ്റം മുഴുവൻ ഞങ്ങൾക്കായി. ഒരു 100 കോടിയെങ്കിലും ഞങ്ങളെ കൊണ്ട് അവർ 5 വർഷമായി ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. അപ്പോ നിങ്ങൾ എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്? അവർക്ക് കിട്ടിയതിന്റെ 10-1 പോലും ഇല്ല സാർ. ഞങ്ങളെ രക്ഷിക്കണം സാർ. ചേട്ടന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ചേട്ടത്തെയും പിള്ളേരും ആത്മഹത്യ ചെയ്യും. രക്ഷിക്കാം, പക്ഷെ ഒരു ഉറപ്പ് തരണം. എന്തുറപ്പ് വേണേലും തരാം സാർ. ഇനി ഒരു ചില്ലിക്കാശ് പോലും എക്സൈസ് മന്ത്രി ഗുണശേഖരനോ അയാളുടെ ചീഞ്ഞു നാറിയ പാർട്ടിക്കോ കൊടുത്തു പോരും സാർ. മേലിൽ ഈ പണി ചെയ്യില്ല എന്ന് സത്യം ചെയ്യണം. ഡോ, ഇങ്ങനെ കൊലച്ചോറുണ്ട തന്റെ വരാൻ പോകുന്ന തലമുറയ്ക്ക് പോലും ഗതി കിട്ടുകയില്ല. പിന്നെ നിങ്ങളുടെ വിഷമദ്യം കഴിച്ച് മരിച്ചുപോയ ഒരു 15 പാവപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ, അവരുടെ കുടുംബത്തിന് ഒരു 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം. കണ്ണ് നഷ്ടപ്പെട്ട 8 പേരുണ്ട്, അവർക്ക് 3 ലക്ഷം രൂപ വീതം കൊടുക്കണം. പറ്റുമോ സാർ? അത് പറ്റില്ല, പറ. എനിക്ക് വേറെ പണിയുണ്ട്. കൊടുക്കാം സാർ. നാളെ തന്നെ വേണം. എന്റെ ആള് തന്റെ കൂടെ വരും. പിന്നെ താൻ എനിക്ക് തരാമെന്ന് പറഞ്ഞ 10 ലക്ഷം രൂപയും അയാളുടെ തന്നെ കൊടുത്താൽ മതി. തന്റെ ചേട്ടന് ജാമ്യം കിട്ടിയിരിക്കും. ഞാനാ പറയുന്നത്. ഈ ഉപകാരം ഒരിക്കലും ഞങ്ങൾ മറക്കില്ല സാർ. മറന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പൊ പറഞ്ഞൊന്നും മറക്കരുത്. നാളെ തന്നെ പറഞ്ഞ രൂപ കൊടുത്തിരിക്കണം. മറ്റാരും ഇവരെ അറിയാനും പാടില്ല. മന്ത്രിയോട് എന്നെ പറ്റി 10 ചീത്ത പറഞ്ഞിട്ട് താൻ വയ്ക്കോ സാർ. ഇംഗ്ലീഷ് പേപ്പറാ എന്തായാലോ കുന്തം. ആ കാണ്ടാമൃഗത്തിനോട് എന്ത് ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. മന്ത്രി എന്നെ വിളിച്ചെടുത്ത് കളിയാക്കിയായിരുന്നല്ലേ? ഞാൻ പറയണ കേക്ക്. താനുമായിട്ട് ഒരു കോളിനും ഞാനില്ല. കേസിൽ നൂരാൻ വേറെ വഴി നോക്കിക്കോളാം. അത് താൻ എന്നാ കോപ്പിലെ പരിപാടിയാണോ കാണിച്ചേ? കാശ് കൂടുതലാണെങ്കിൽ ചോദിച്ചാ പോരായിരുന്നോ? എന്റെ 1 കോടി രൂപയെ കളഞ്ഞേ. ഇങ്ങനെ 1 കോടിയും 2 കോടിയൊക്കെ കൈക്കൂലി മേടിക്കുന്നത് മോശമല്ലേ മിനിസ്റ്ററെ? പണ്ട് കോടിയും മോന്തായുമില്ലാത്തൊരു ചെറ്റക്കുടില്ലേ കട്ടൻ കാപ്പിയും കപ്പലട്ടിയും കഴിച്ച് വിശപ്പടിക്കിരുന്ന ഗുണശേഖരൻ ഇപ്പോ ഇത്രയ്ക്ക് അത്യാഗ്രഹം പാടില്ല. കമ്മീഷണറെ, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്, വേഷം കെട്ട് വീട്ടിലേക്ക്, അവറാച്ചോട് കളിക്കുന്ന പോലെ എന്നോട് കളിച്ചാണ്ടില്ല. തന്റെ തൊപ്പിയല്ല, തൊപ്പിയിരിക്കുന്ന തലയങ്ങളെയും. എന്റെ കൈയുടെ ചൂട് നിനക്ക് ഓർമ്മയുണ്ടല്ലോടാ. കുറെ നേരമായി നീ മിനിസ്റ്റർ കളിക്കുന്നു. 15 വർഷം മുമ്പ് 10 തേങ്ങ കട്ടതിന് കള്ളം ഗുണശേഖരനെ കുനിച്ചു നിർത്തി ഇടിച്ച കയ്യായത്. ഇപ്പൊ വയനാട്ടിൽ തൊഴിലാളി വർഗത്തിന്റെ പേരും പറഞ്ഞ് നീ ജനങ്ങളുടെ കണ്ണി പൊടിയിട്ട് മന്ത്രിയായി. പക്ഷേ രാമനാഥന്റെ ഞരമ്പെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ, സല്യൂട്ട് ചെയ്യുന്ന ഈ കൈ കൊണ്ട് 2 കരണം അടിച്ചാൻ പൊട്ടിക്കും.
താനല്ലേ പറഞ്ഞ തെമ്മാടി സിറ്റിക്ക് പുറത്തേക്ക് പറഞ്ഞേക്കുമെന്ന് അവൻ വന്ന് നിരത്തുന്നത് കണ്ടോ? ചെന്ന് മേടിച്ചോ. ആ തെണ്ടി വന്നതാ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് വണ്ടിക്ക് തലപ്പെടാൻ നോക്ക്. സാറേ, സാറിനെ പോത്തൻകോട്ടേക്ക് അന്വേഷണത്തിന് അയച്ചത് ഈ തന്തയിലാഴ് കാണിക്കാനായിരുന്നല്ലേ? സാറേ, ആണുങ്ങളായ നേർക്ക് നേരെ വരണം. ആണും പെണ്ണും കെട്ടവരോടത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. പട്ടിയെ തല്ലിയ പല്ലിങ്കരിയും കാണാന്നല്ലേ? എടോ ആറ്റു ആന്റണി, രാമനാഥന്റെ തനി സ്വഭാവം തനിക്ക് അറിയില്ല. എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ പൗത്തിനെ പോലെ തടിച്ചു വീർത്ത് തന്റെ ഈ പിത്ത തടിയുണ്ടല്ലോ, വെട്ടി നുറുക്കും ഞാൻ. കയറിപ്പോടോ. അവരെല്ലാരും കൂടി അപ്പൂനെ ഒരുപാട് അടിച്ചുല്ലേ? ഇനിയും കൂടുതൽ അടികിട്ടാണ്ടിരിക്കാനാ നമ്മളിപ്പോ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ പ്രേമത്തെ സാക്രിഫൈസ് ചെയ്തതിന്റെ അവസ്ഥ കണ്ടില്ലേ? അയ്യോ പാവം. കണ്ടില്ലേ, ഡൈസിന്റെ മനസ്സലിഞ്ഞു. അപ്പൊ ഞാൻ കൊണ്ട് അടിയുടെ മുഴുവൻ കഥ പറഞ്ഞെങ്കിലോ? വാ, നമുക്ക് അകത്തിയെന്തിരുന്ന് അതിൽ തിന്നിട്ട് സംസാരിക്കും. നിന്റെ ഒരു കഥ പറച്ചില് ഉള്ള നേരത്തെ വാ പോ. വല്യപ്പച്ചൻ, നമുക്ക് ഓടിയാനോ? നേരെയാ, പോലീസ് എസ്കോർട്ടോടുകൂടിയാ വരുന്നത്. തൂക്കെടുത്ത് അകത്താക്കും. നിങ്ങൾ അകത്ത് ഒളിച്ചിരുന്നോ? ആന്റപ്പനുണ്ടോ മോളെയാത്ത്? ഇല്ല, വന്നില്ല. എന്നാ അമ്മച്ചിയെ വിളി. അവരെല്ലാം ഷോപ്പിങ്ങിന് പോയി. നിന്നെ തനിച്ചാക്കി ഇങ്ങനെ പോകലെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. നീ എന്തിനാ മോളെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടാക്കുന്നത്? നമ്മൾ ആറ്റുവക്കാരെ കുടുംബമോ നിനക്ക് അറിയാവുന്നതല്ലേ? ആ പോട്ടെ പോട്ടെ, എല്ലാം ശരിയാവും. വന്നേ വലിപ്പിച്ചിക്ക് ഭയങ്കര വിശപ്പ്. വാ 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 വാ. ഈ ഓട്ടം ആ വേലക്കാരിപ്പിന് ഇവിടെ ഇല്ലേ? കല്യാണിയെ പോലീസുകാരൊന്നും കഴിച്ചു കാണാം. അടിയിലേക്ക് ഇരിക്കും. ഇരിക്കു മക്കളെ. ഇടി കല്യാണിയെ ഇവിടെ എന്നെ അടുത്തിരിക്ക. അവിടെ വീട് വാടി വേണേ. എന്താ സാറേ? എന്നാ ഉണ്ടടി കഴിക്കാൻ? അപ്പം ഉണ്ട്, പിന്നെ കടലക്കറിയും ഉണ്ട്. അപ്പം എങ്കിൽ അപ്പം രണ്ടെണ്ണം എടുക്ക. രാവിലെ ഉണ്ടാക്കിയതാണെങ്കിൽ ചീത്തയിട്ടുണ്ടാവില്ല. കല്യാണിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലേ? കേട്ടോ കല്യാണി, കഴിഞ്ഞ മാസം ഞങ്ങൾ കിഡ്നി ചികിത്സയ്ക്ക് വേണ്ടിട്ട് അമേരിക്കയ്ക്ക് പോയില്ലേ? അവിടെ ചെന്ന് ചിക്കൻ സൂപ്പ് കഴിക്കുമ്പോഴും മിനിസ്റ്റർ പറയുന്നത് കല്യാണിയുടെ അപ്പത്തെ കുറിച്ചാ. കടലക്കറി എങ്ങനെ ഉണ്ടാച്ചായ? നല്ല രുചി. നീയായിരുന്നോ?
കുടുംബത്തിലൊരു പോക്കിത്തരം കാണിക്കുന്നു. അയ്യോ ആരെ കണ്ടി മുളക് വെച്ചത്. പോലീസ് പിടിക്കവരെ, പിടിക്കവരെ, പോലീസ് മോളെന്താ കഴിച്ചു രാവിലെ? നീടാ നീ എന്താ കഴിച്ചു? ആ അമ്മ എവിടെ? അപ്പോളോട് ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ അച്ഛനെ കാണണോന്ന്. അതുകൊണ്ടല്ലേ അച്ഛൻ വന്നത്. അച്ഛന്റെ പൊന്നുമോട് വാ. എന്റെ മോളാ അമ്മു. എനിക്കറിയാം. ഇത് മോൾക്ക് കൊണ്ടുവന്നതാ. എങ്ങനെയുണ്ട്? ഹായ്, നല്ല പാവക്കുട്ടി. ആന്റി താങ്ക്സ് ആന്റി. ഇപ്പൊ മനസ്സിലായോ? മീര എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കക്ഷിയെ ഇഷ്ടപ്പെട്ടതെന്ന്. കമ്മീഷണർക്ക് ഒരു മോളുള്ള കാര്യവും അവളുടെ അസുഖ കാര്യവും എല്ലാം എനിക്കറിയായിരുന്നു. മരിച്ചുപോയ മോളുടെ അമ്മയെ കുറിച്ച് പോലും ചോദിക്കാതിരുന്നത് എല്ലാം സമയമാവുമ്പോ ആകാന്ന് കരുതിയ. എന്റെ അമ്മയെ കൊന്നതാ കള്ളന്മാര് അല്ലേ അച്ഛാ? Is it true? ഓ, മീരയ്ക്കെന്റെ മുഴുവൻ കഥകളും അറിയില്ല. മോളൂട്ടിക്ക് അച്ഛൻ പോരാ. നിങ്ങൾക്കൊക്കെ മീശ ചുരുട്ടി പേടിപ്പിക്കുന്ന ധിക്കാരിയായ രാമനാഥനെ അറിയും, രാക്ഷസനായ രാമനാഥൻ. പക്ഷേ മീരയ്ക്ക് അറിയാത്ത ഒരു രാമനാഥൻ 8 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നു. പ്രാണനേക്കാൾ വലുത് സത്യവും നീതിയുമാണെന്ന് വിശ്വസിച്ചിരുന്ന, പച്ചനോട്ടുകൾക്ക് മുമ്പിൽ പതറാത്ത, മദ്യം കൈകൊണ്ട് തൊടാത്ത ജെന്റിൽമാൻ രാമനാഥൻ. വയറു പൊരിയുമ്പോൾ ഒരുപിടി ചോറ് മോഷ്ടിക്കുന്നവനല്ല, ഭരണത്തിന്റെ ഇടനാഴികളിൽ പതിയിരിക്കുന്ന പൊളിറ്റിക്കൽ ലിസാർഡുകളാണ് യഥാർത്ഥ ക്രിമിനൽസ് എന്ന് തിരിച്ചറിഞ്ഞ കാലം. അങ്ങനെ ഒരു ക്രിമിനൽ രാമനാഥന്റെ ഹിറ്റ് ലിസ്റ്റിലെ 1ാം പേരുകാരനായി. സുലൈമാൻ റാവുത്തർ. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെയും അവരെ ഭരിക്കുന്ന ബ്യൂറോക്രാറ്റുകളുടെയും കണ്ണുരുണ്ടിയാണ് സുലൈമാൻ എന്നറിഞ്ഞിട്ടും ചങ്കുറപ്പോടെ അയാളെ കയ്യാമം വെച്ച് ഞാൻ തുറുങ്ങിലടച്ചു. പത്രങ്ങളും മാധ്യമങ്ങളും ആദർശധീരനായ രാമനാഥനെ വാനോളം പുകഴ്ത്തി. പക്ഷേ സുലൈമാൻ റാവുത്തറുടെ അറസ്റ്റിൽ ഞെട്ടിവിറച്ച അധികാരി വൃന്ദവും അവരെ സേവിച്ച ഡിപ്പാർട്ട്മെന്റിലെ എന്റെ ഏമാന്മാരും കൂടെ എനിക്ക് തന്നത് എന്താണെന്ന് മീരയ്ക്കറിയോ? സ്നേഹം കൊണ്ട് പൊതിഞ്ഞ, സന്തോഷം കൊണ്ട് നിറഞ്ഞ എന്റെ കൊച്ചു കുടുംബത്തെ പിച്ചു ചീന്തി പെട്ടിയിലാക്കി അവരെനിക്ക് സമ്മാനമായി തന്നു. രാത്രി ഇരുട്ടിന്റെ മറവിൽ മാരകായുധങ്ങളുമായി വന്ന സുലൈമാന്റെ ഗുണ്ടകൾ എന്നെ ചതിച്ചു വീഴ്ത്തി. എന്റെ കൺമുമ്പിലിട്ട് അവർ എന്റെ മായെ കൊന്നു. 2 വയസ്സുണ്ടായിരുന്ന എന്റെ അമ്മമോളെ പോലും അവർ വെറുതെ വിട്ടില്ല. ചവിട്ടേറ്റ് നടുവ് തുറന്ന എന്റെ കുഞ്ഞ് അച്ഛന്റെ ആത്മാർത്ഥതയ്ക്കുള്ള ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി. ശരീരം മുഴുവൻ ഒടിഞ്ഞു തൂങ്ങിയ അസ്ഥിയുമായി കിടന്ന എന്നെ മരണം പോലും ഉപേക്ഷിച്ചു. നീനക്കറിയോ, ജീവനുമായി മല്ലിട്ട് ഞാൻ ആശുപത്രി കിടന്നപ്പോ എന്നെ തിരിഞ്ഞു നോക്കാൻ ഒരു നായിന്റെ മക്കളും ഉണ്ടായില്ല. നിയമം നടത്താൻ ജീവൻ പണയം വെച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ ചികിത്സയ്ക്കായി ഒരു നയാ പൈസ പോലും ഡിപ്പാർട്ട്മെന്റിലെ തണ്ടികൾ ചെലവാക്കിയില്ല. എന്റെ മരണസമയം നോക്കിയിരുന്ന അവർക്ക് തെറ്റിപ്പോയി. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ രാമനാഥൻ ഉണർത്തെഴുന്നേറ്റു. എന്റെ മായയെ കൊന്ന, എന്റെ കുഞ്ഞിന്റെ ജന്മം നശിപ്പിച്ച 3 പേരെ ഞാൻ വകവരുത്തി, നിയമത്തിന്റെ ഒരു പഴുതു പോലും ഇല്ലാതെ. ഇനി ഒരുത്തനെ കൂടെ എനിക്ക് കിട്ടണം. തൽക്കാലം രാമനാഥനകത്തേക്ക് കയറണ്ട സാർ. മതിയായില്ലേ നിനക്ക്? എന്റെ കുടുംബത്തെ മുഴുവൻ വെട്ടി നോക്കിയിട്ട് അവരെ ശവം തിന്നാൻ വന്നിരിക്കല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാര്യം കുഴപ്പക്കാരനാണെന്ന് അറിയായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് നീചനാണെന്ന് ഇപ്പോഴാ മനസ്സിലായി. സാർ ഒന്ന് തെളിച്ചു പറയണം സാർ. തന്റെ ഒത്താശയിലായ കോളനി തെണ്ടികൾക്ക് എന്റെ അനുജനെ കുടുംബത്തെ കൊല്ലാൻ കഴിയുമോ? പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനാ കൊന്നത്. എല്ലാത്തിനും ഞാൻ കൊന്നു. എന്തിന്? അപ്പു പറഞ്ഞിട്ടാ.
നീ തന്നെയാണ് ആറ്റു ആന്റണിയും കുടുംബത്തെയും കൊലപ്പെടുത്തിയത്? അതോ നിന്നെ കൊണ്ട് ആരെങ്കിലും അങ്ങനെ പറയിപ്പിച്ചാണ്? അല്ല. അപ്പു പറഞ്ഞിട്ടാണ് നീ ആ കൂട്ടക്കൊല നടത്തിയതല്ലേ? കൊലപാതകം നടത്താൻ നിന്നെ സഹായിച്ചത് കമ്മീഷണർ രാമനാഥൻ. നീ പോലീസിൽ പറഞ്ഞ മൊഴി ഞാൻ വായിച്ചു. നിന്നെയും അപ്പുവിനെയും ആ ചേരിയിലെ നൂറുകണക്കിന് പാവങ്ങളെയും സ്നേഹത്തിന്റെയും സഹതാപത്തിന്റെയും പേരിൽ തീറ്റിപ്പോറ്റിയതിന് സാറിന് കൊടുത്ത പ്രതിഫലമാണതല്ലേ? പറടാ, ഇതിന്റെ പിന്നിൽ ആരൊക്കെയാ ഉള്ളത്? പറയാ ചൂട്ട, നിന്നെ കൊണ്ട് ഇങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എങ്ങനെ സംഭവിച്ചു? ഞാനും എല്ലാരെയും കൊന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാരെയും കാണിച്ചു കൊടുത്തല്ലോ. പോലീസിനോട് ഞാൻ പറഞ്ഞ മുഴുവൻ സത്യ. എല്ലാത്തിനെയും ഞാൻ കൊന്നു എല്ലാത്തിനെ. അവൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി അവനെ ചോദ്യം ചെയ്ത് മൊഴിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശമുണ്ടോ? താൻ ഇവിടെ വന്ന് അവനെ കണ്ടത് തന്നെ തെറ്റ്. തനിക്ക് അതിനുള്ള അധികാരമില്ല. ഈ കേസിൽ സംശയിക്കപ്പെടുന്ന ആളാണ് കമ്മീഷണർ രാമനാഥൻ. കേസ് അന്വേഷണത്തിന് ചുമതല എനിക്കും ഡിവൈഎസ്പി സിദ്ധാർത്ഥനുമാണ്. മേലിൽ ഈ കേസിന്റെ യാതൊരു കാര്യത്തിലും നിങ്ങൾ ഇടപെടാൻ പാടില്ല. ഞാൻ സാറിന്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ. എക്സ്ക്യൂസ് മീ, ആറ്റുവ കൊലക്കേസിൽ രക്ഷപ്പെട്ടൊരു കുട്ടിയില്ലേ, അത് ഏത് വാർഡിലാണ് കിടക്കുന്നത്? E6. ഓ, ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. മാഡം എവിടെ? ഞാൻ ഷോപ്പിങ്ങിന് വന്നതാ. വരട്ടെ. മാഡം, ഈ വഴിക്കൊക്കെ ഇറങ്ങാൻ? വെറുതെ ഒന്ന് കാണാന്ന് കരുതി. സന്തോഷം, ഇരിക്കെ. എന്താ പരുക്കനും രാക്ഷസനുമായ പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള ആവേശമൊക്കെ കെട്ടടങ്ങിയോ? അതോ കൊലപാതക കേസിൽ പ്രതിയായി സംശയിക്കുന്ന ഒരാളോട് അത്രയ്ക്ക് അടുപ്പം വേണ്ട എന്ന് വിചാരിച്ചോ? അടുപ്പം കൂടുതൽ വേണ്ടെന്ന് വെച്ച സത്യ. പക്ഷെ അത് സ്നേഹം കൊണ്ട് തന്നെയാ. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നെ കൊണ്ട് ഒരിക്കലും ബുദ്ധിമുട്ടരുത്. മനസ്സിലായില്ല. അത് വഴിയേ മനസ്സിലാവും. താനൊന്ന് തെളിച്ചു പറ. ഒന്നാമതോടെ മനുഷ്യൻ തീ നിൽക്കാണ്. തൽക്കാലം അതിനൊരു ആശ്വാസമായിട്ടാ ഞാൻ വന്നത്. എന്റെ കൂടെ അപ്പുണ്ട്. എവിടെ നിന്ന് കിട്ടിയവനെ? അതൊക്കെ പറയാം. ആൾ എന്റെ കാറിലുണ്ട്. പത്രോസേ, ആ ഡ്യൂട്ടി നിൽക്കുന്ന കോൺസ്റ്റബിൾ കാണാതെ അപ്പുവിനെ കാറിൽ നിന്ന് ഇറക്കണം. അവൻ കണ്ടാലും കുഴപ്പമില്ല, നീ പോയി വിളിച്ചോണ്ടോ. അപ്പുവിനെ വഴക്കൊന്നും പറയരുത്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പേടികൊണ്ട് അവൻ ഒളിവിൽ പോയത്. ഭാഗ്യത്തിന് പോലീസിന്റെ പിടിപ്പെടാതെ എന്റെ കൈ കിട്ടി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എന്താ ഇത്ര ധൃതി? ധൃതിയുണ്ട്. 1-2 സ്ഥലത്ത് പോണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ മാലതിയോട് പറഞ്ഞോളാം. മാലതിയോടോ? അതെ, ഞാൻ പോട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പോയിട്ട് വരട്ടെ. സത്യമായിട്ട് എന്നെ വിശ്വസിക്കണം. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ കാരണം സാർ ഒത്തിരി ബുദ്ധിമുട്ടിയെന്ന് എനിക്കറിയാം. ക്ഷമിക്കണം. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ഡെയ്സി സ്നേഹിച്ചു എന്നല്ലാതെ. എന്റെ ദൈവത്തെ പോലെ ഞാൻ കരുതിയ സാറിനോട് പോലും ഞാനൊന്നും അങ്ങനെ കയർത്ത് പറഞ്ഞത് ഡെയ്സി കിട്ടില്ലെന്ന് പറഞ്ഞ വിഷമം കൊണ്ടാ. എന്നോട് പൊറുക്കണം. കരയണ്ട. സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും ഒരു കൊലപാതകം ചെയ്യാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ എന്നെ അറിഞ്ഞില്ല. എന്തെല്ലാം സംഭവിച്ചാലും ഇനി ഒരാളെ കൊല്ലേണ്ടി വന്നാലും ശരി,
ന്യായം നിന്റെ ഭാഗത്താണെങ്കിൽ ഒരു ഈച്ച പോലും അറിയാതെ നിന്നെ ഞാൻ രക്ഷിച്ചേനെ. പക്ഷേ എന്നോട് പോലും പറയാൻ നീ മുങ്ങില്ലേ? അതെന്തിനാ? കൊച്ചൂട്ടൻ കുറ്റം സമ്മതിച്ചു എന്നും എനിക്കെതിരെ മൊഴി കൊടുത്തു എന്നും കേട്ടപ്പോ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. നിങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് എഴുതി പോയതാ, എവിടെയെങ്കിലും പോയി ചാവാൻ. പക്ഷെ എന്റെ ഡെയ്സി ജീവിച്ചിരിപ്പണമെന്ന് പത്രത്തിൽ വാർത്ത കണ്ടപ്പോ അവളെന്ന് കാണണമെന്ന് തോന്നി. ദൈവത്തോർത്ത് അവളെന്ന് കാണാൻ സാറിന് അനുവദിക്കണം. ഡെയ്സിയെ കാണാൻ ചെന്ന സാറിനെ ആശുപത്രിയിൽ നിന്ന് പോലും അവർ ഇറക്കി വിട്ടു. കൊലപാതകത്തിൽ സാറിനും പങ്കെടുന്ന അവർ പറയുന്നത്. നിന്നെ കണ്ടാൽ ഒരു പക്ഷേ ഡെയ്സിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബോധാവസ്ഥയിൽ നിന്റെ പേര് വിളിച്ചു പറയുന്ന ഡോക്ടർ പറയുന്നത്. ഡെയ്സിക്കൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ സത്യം മുഴുവൻ പുറത്തു വന്നേനെ. അപ്പുവിന്റെ മോഹം കണ്ട ഡെയ്സി തിരിച്ചറിയുന്ന എനിക്ക് തോന്നുന്നത്. അതിന് ഞാൻ നോക്കിയിട്ടൊരു വഴിയും കാണുന്നില്ല. സാറിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ ഡോക്ടർ ഐസക്? അതുകൊണ്ടെന്താ അവള് കിടക്കുന്നത് ഗോമസിന്റെയും കൂട്ടരുടെയും പോലീസ് പ്രൊട്ടക്ഷനിലല്ലേ? സാർ ഐസക് ഡോക്ടറെ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി. ആരും അറിയാതെ അവിടെ കയറുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഞാൻ മാലതിയെ കണ്ട് യാത്ര പറയാൻ വന്നതാ. തിങ്കളാഴ്ച മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ അമേരിക്കക്ക് തിരിച്ചു പോവാ. ഇത്ര പെട്ടെന്നോ? ഇനി തിരിച്ചു പോകുന്നില്ലെന്നാണല്ലോ അന്ന് പറഞ്ഞത്. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ പോകാൻ തന്നെ തീരുമാനിച്ചു. രാമേട്ടനോട് പറഞ്ഞോ? ഇല്ല, ഇപ്പൊ കണ്ടിരുന്നു, പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. ഞാനൊരു കാര്യം പറഞ്ഞാ മീര കേൾക്കുവോ? എന്താ? അപ്പു എന്നോട് ചിലത് പറഞ്ഞിരുന്നു. രാമേട്ടനും മീരയും നല്ല ഫ്രണ്ട്സ് ആണെന്നും രാമേട്ടന്റെ മനസ്സിൽ അതിൽ കവിഞ്ഞ എന്തോ ഒരടുപ്പം മീരയോടുണ്ടെന്നും ഒക്കെ. ഏയ്, അങ്ങനെയൊന്നുമില്ല. അതോർത്ത് മാലതി വിഷമിക്കണ്ട. ഞാനിനി കമ്മീഷണറെ കാണുക പോലുമില്ല. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പുറമെ അട്ടഹസിക്കുമെങ്കിലും ചേച്ചിയുടെ മരണശേഷം രാമേട്ടന്റെ ഉള്ളിൽ തീയായിരുന്നു എന്ന് എനിക്കറിയാം. സ്വല്പമെങ്കിലും അതിന് ആശ്വാസം നൽകിയത് മീരയുടെ സാമീപ്യമാണ്. കഴിയുമെങ്കിൽ എന്റെ രാമേട്ടനെ രക്ഷിക്കണം. മീര ഉടനെ തിരിച്ചു പോകുമെന്നറിഞ്ഞാൽ രാമേട്ടന് വിഷമം തോന്നും. അപ്പൊ മാലതിയുടെ മനസ്സിൽ രാമനാഥ് സാർ ഇല്ലേ? ഇല്ലെന്നോ? എന്റെ ദൈവ രാമേട്ടൻ. എന്റെ അച്ഛനും ചേട്ടനും എല്ലാം രാമേട്ടനാ. രാമേട്ടനും മീരയും ഒന്നിച്ച അതിൽ കൂടുതൽ എനിക്കൊരു സന്തോഷവുമില്ല. എന്താ ഒന്നും മിണ്ടാത്തെ? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്നാ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം. ചെയ്യോ? ഇപ്പൊ കുടുങ്ങിയനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അച്ഛന്മാരെന്താ ഇവിടെ? വേദന കൊണ്ട് പൊളയുന്ന രോഗികൾ. DGP കാത്തിരിക്കുക. തിരിച്ചു വരുമ്പോൾ ആ മുഖം ഒന്ന് കാണേണ്ടത്. അങ്ങനെ നാഴികക്ക് 40 വട്ടം മുഖോന്തരവും മാറുന്നവനല്ല രാമനാഥൻ. ഈ തൊപ്പിയങ്ങ് തെറിച്ചു പോയാലും ശരി, എനിക്കിട്ട് പണിയാൻ വരുന്നവനെ നടുറോട്ടി പിടിച്ചു നിർത്തി കരണക്കുറ്റി അടിച്ചു പൊളിക്കാനുള്ള കരുത്തി കൈകൊണ്ട്. കാണോ എനിക്ക്? കാണോ സർ? മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. രാമനാഥൻ ഇരിക്കെ. വേണ്ട സർ. ഇരിക്കടോ. മിസ്റ്റർ രാമനാഥൻ, എങ്ങനെ തന്നോട് പറയണമെന്ന് എനിക്കറിയില്ല. സാറിന് പതിവില്ലാത്ത ടെൻഷനിലാണെന്ന് തോന്നുന്നു. ആറ്റുവാക്കുല കേസ് ശരിക്കും ഒരു തലവേദനയായി അല്ലേ സർ? ഡെഫിനറ്റ്ലി അതൊരു തലവേദന മാത്രമായിരുന്നു ഇന്നലെ വരെ. ബട്ട് ഇന്നിപ്പോ അതെന്റെ സ്വകാര്യമായൊരു ദുഃഖം കൂടിയാവുകയാണ്. എങ്കിൽ സാറിന്റെ ടെൻഷൻ മാറ്റാനുള്ള ഒരു ഒറ്റമൂലിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കേസിന്റെ അന്വേഷണ ചുമതല എനിക്കല്ലെങ്കിലും കൊലക്കുറ്റം എന്റെ തലയിൽ ചാർത്തിത്തരാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്ന സ്ഥിതിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ആവശ്യം എന്റെ ആണല്ലോ സർ. അതുകൊണ്ട് ഒരു കോൺഫിഡൻഷ്യൽ എൻക്വയറി ഞാനും നടത്തും. പോലീസിനെ പേടിച്ച് കൊച്ചുകുട്ടന്റെ കുടുംബം ഒളിവിലാണെന്നാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വ്യാഖ്യാനം. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ് സർ. കഴിഞ്ഞ ദിവസം കൊച്ചുകുട്ടന്റെ അച്ഛന്റെ പേരിൽ മൂന്നാറിൽ 150 ഏക്കർ എസ്റ്റേറ്റും ഒരു ബംഗ്ലാവും രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റിന്റെ കോപ്പിയാണ് സർ.
ചേരിയിലെ അത്താഴപ്പട്ടണിക്കാരായ കൊച്ചുകുട്ടന്റെ കുടുംബം ഒരു പുലർച്ചയ്ക്ക് എങ്ങനെയാണ് സർ കോടീശ്വരന്മാരാവുന്നത്? ദാറ്റ് മീൻസ് കൊലക്കുറ്റം ഏറ്റെടുത്തതിന് കൊച്ചുകുട്ടന് ആരോ കൊടുത്ത പ്രതിഫലമാണ് ആ എസ്റ്റേറ്റ്. അപ്പോ പ്രതി വേറെ ആരോ ആണ്. എനിവേ കൺഗ്രാറ്റുലേഷൻസ് രാമനാഥൻ. താങ്ക് യു സർ. ബട്ട് ഐ ഹാവ് എ റിക്വസ്റ്റ്. ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ഗുരുസ്ഥാനത്താണ് ഞാൻ അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് അപേക്ഷിക്കാൻ ആറ്റുവ കൊലക്കേസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ് എനിക്ക് വിട്ടുതരണം. എന്റെ ജീവൻ വെലുകൊടുത്തായാൽ പോലും യഥാർത്ഥ കുറ്റവാളികളെ ഞാൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇത് രാമനാഥന്റെ വാക്കാണ് സർ. വാക്ക് മാത്രമല്ല സർ, ഒരു വാശി കൂടിയാണ്. അവൻ ലോക്കപ്പിൽ കിടന്ന് തൊലഞ്ഞതിന് താനെന്തിനാ എന്റെ മുഖത്ത് കയറി ഇറങ്ങാൻ വരുന്നത്? പ്രതികൾ ലോക്കപ്പിൽ കിടന്ന് കഴിവേറുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. കഴിവേറിയതല്ല സാർ, കഴിവേറ്റിയതാണ്. കൊച്ചുകുട്ടനെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിന് ഞാനെന്താ വേണോടോ? കൊലപാതകമാണെങ്കിൽ ജയിലിൽ പാറാവ് നിന്നവന്റെ മേക്കിട്ട് കയറ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ശരിയാണ് സാർ. പക്ഷേ പാറാവ് നിന്ന ഉദ്യോഗസ്ഥന് ഒടുവിലാണ്. വാർഡനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അയാൾക്ക് ഇതേപ്പറ്റി ഒരു ചുക്കും അറിയില്ല. പിന്നെ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്തിട്ട് അത്താഴപ്പട്ടണിക്കാരായ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാവുന്നല്ലാതെ കൊലപാതകത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ അവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര തന്ത്രപരവും ആസൂത്രിതമായ ഒരു കൊലപാതകത്തിന് പിന്നിൽ ബുദ്ധിമാനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തലമണ്ട ഒളിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശരിയല്ലേ സർ? ഇനി അതും ഞാൻ തന്നെയാണെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? സോറി മിസ്റ്റർ ഗോമസ് അലക്സാണ്ടർ, ഇക്കാര്യത്തിൽ എനിക്ക് താങ്കളെ സംശയമുണ്ട്. നിർത്തണോ റാസ്കൽ? നിർത്താവിടോ. പ്രതി കൊച്ചുകുട്ടന്റെ അച്ഛന്റെ പേരിൽ വാങ്ങിയ ബംഗ്ലാവിൽ ഞാൻ എത്തും മുമ്പ് ഡിവൈഎസ്പി സിദ്ധാർത്ഥനെയും സർക്കിൾ ഇൻസ്പെക്ടർ രാജനെ അയച്ച് അവരവിടെ നിന്ന് മാറ്റിയതാണല്ലേ? നോൺസെൻസ്. തന്നോട് ചമ്മടത്തിൽ ആര് പറഞ്ഞു? തന്റെ എച്ചിൽ നിന്ന് കൊടുത്ത ആ വാലാട്ടിപ്പട്ടികൾ തന്നെ ഇനി നിഷേധിക്കാവോ? ചെറ്റത്തരം പറയുന്നോ? കേസ് അന്വേഷണത്തിന് ചുമതല കൈ കിട്ടിയെന്ന് വിചാരിച്ച് ആരോട് എന്തും പറയാമെന്ന് എന്തും ചെയ്യാമെന്നും കരുതരുത്. മുഖ്യമന്ത്രിയുടെ മോടെ ശീലയെ അടിപ്പാവടെ അലക്കി തേച്ച് കൊടുത്തതിന്റെ മിടുക്ക് മേലുദ്യോഗസ്ഥന്മാരുടെ പുറത്ത് കുതിര കയറാനുള്ള ലൈസൻസ് ആക്കി മാറ്റരുത്. സൂക്ഷിച്ച് സംസാരിക്കണം. മേലാഫീസറാണെന്നും ഞാൻ നോക്കിയല്ല. കണ്ട ചീഞ്ഞ രാഷ്ട്രീയക്കാരുടെ വേണ്ടാത്തരം നാക്കി കൊടുത്ത് തേഞ്ഞുപോയ തന്റെ ഈ നാക്കുണ്ടല്ലോ, അത് പൊറിച്ചെടുത്ത് സ്റ്റഫ് ചെയ്ത് ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഫ്രെയിം ചെയ്ത് വെക്കും. ആ മേലാളന്മാരുടെ മൂട് താങ്ങിയും അവരുടെ അച്ഛന്മാരുടെ താറ് താങ്ങിയും താൻ നേടിയ സ്റ്റാർസ് ഉണ്ടല്ലോ, ഇത് നാളെ പരസ്യമായിട്ട് പബ്ലിക് റോഡിലിട്ട് ജനം ചവിട്ടും. അതിനൊന്നും ഇനി കാലതാമസമില്ലടോ. പോകാവിടോ, പോകാൻ തന്നെയാ വന്നത്. പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും. അന്ന് എന്റെ കയ്യിൽ തന്നെ പൂട്ടാനുള്ള വിലങ്ങ് ഉണ്ടായിരിക്കും. കുറ്റം സമ്മതിച്ച കൊച്ചുകുട്ടന്റെ മൊഴിയില് കമ്മീഷൻ രാമനാഥനും പ്രതിസ്ഥാനത്താ. എടോ, മറ്റൊരു പ്രതി അപ്പുനത്തെ ഒളിപ്പിച്ചിരിക്കല്ലേടോ. തെമ്മാടത്തിനെ മുഴുവൻ കാണിച്ചിട്ട് മുഖ്യമന്ത്രിയെ കൈമണിടിച്ച് എന്റെ മെക്കിട്ട് കയറാൻ വന്നാണല്ലോ. തന്റെ IPS തൊപ്പിയൊക്കെ തലമാക്കി വെച്ചേക്കത്തില്ല അവറാച്ചൻ. ഈ കട്ടക്കിൽ ഉറുമ്പരിക്കുന്നു. കൂൾ ഡൗൺ മിസ്റ്റർ മിനിസ്റ്റർ. തീരുന്ന് വളർന്നൊരു ഉറുമ്പാണ് ഞാനെന്ന് വിചാരിച്ചാൽ മതി. ഇത് തെളിവെടുപ്പിന്റെ ഒരു ഭാഗം മാത്രം. ജസ്റ്റ് an interrogation. അത് തന്നെ ഞാനും ചോദിക്കുന്നേ. എന്നെ ചോദ്യം ചെയ്യുന്ന കാര്യം എന്താ? തനിക്ക് ആരാ അധികാരം തന്നെ? അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് അവറാച്ച. ആട്ടെ, കൊല നടന്ന ദിവസം മിനിസ്റ്റർ ആന്റണിയുടെ വീട്ടിൽ പോയിരുന്നു. പോയി കാണും. അങ്ങനെ പോയി കാണുമെന്ന് പറഞ്ഞാൽ പോരാ. പോയിരുന്നോ? പോയിരുന്നെങ്കിൽ അത് എന്തിന്? താൻ എന്നെ ഉണ്ടാക്കാനാടോ? ഇവിടെ ചത്തുപോയി അന്തോണിച്ച് എന്റെ കൂടപ്പുറപ്പാ. ഞാൻ അവന്റെ വീട്ടിൽ പോകും. അത് എന്തിനാണ് എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. കൊലപാതകം നടന്ന രാത്രി പോയിരുന്നോ എന്നാണ് ചോദിച്ചത്. അത് പിന്നെ പോയിരുന്നു. വായ്, എന്തിന്? അതൊരു ഫാമിലി പ്രോബ്ലം സംസാരിക്കാൻ പോയതാ. അതെ, ഫാമിലി പ്രോബ്ലം സംസാരിച്ചു, തമ്മിൽ പിണങ്ങി, വാഗ്വാദമായി, പിടിവലിയായി, അവസാനം അതൊരു കൊലപാതകത്തിൽ കലാശിച്ചു. അതല്ലേ സത്യം? കോപ്പേ, തെമ്മാർത്തരം പറഞ്ഞോ? അന്വേഷണം നടത്തി എന്നെ കൊലപാതകയാക്കാൻ നോക്കുന്നു. ഇത് തന്തേനാരിയാ. നിർത്തണോ? 10-25 വർഷമായി താൻ ചിരിച്ചും കരഞ്ഞും കണ്ണീരൊലിപ്പിച്ചും കൊച്ചുങ്ങളെ ഒക്കത്ത് വെച്ചും അവരെ മൂക്കളെ ചേറ്റിക്കൊടുത്തും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കുന്നു. തന്റെ രാഷ്ട്രീയ നാടകങ്ങൾ ഇവിടെ വേണ്ട. തല്ലാൻ കൈതരിക്കുമ്പോ പാർട്ടിയുടെ കൊടിയുടെ കളറിയാൻ നോക്കാറില്ല. ആരിച്ച് പിരുത്തുകളെ കള്ള പന്നി. പറഞ്ഞോ, താൻ എന്തിനാ അവരെ കൊന്നത്? ദൈവദോഷം പറഞ്ഞോ? ഞാൻ എന്തിനാണ് എന്റെ ഗുണപ്പുറപ്പിനെ കൊല്ലുന്നേ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കമ്മീഷണറെ, ഇത് ചീറ്റിങ്ങാ. ഇതിനെ അനുഭവിക്കും. ഞാൻ ഇവിടുന്ന് വെളിയിലിറങ്ങും. അപ്പൊ കാണിച്ചാലാണ് പട്ടി. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പോലീസുകാരെ പട്ടി പൂച്ചെന്ന് വിളിച്ചാണ്ടല്ലോ. മിനിസ്റ്ററാണ് ക്രിസ്റ്ററാണെന്നും ഞാൻ നോക്കൂല. വ്യക്തമായി തെളിവായിട്ടോടെ ഞാൻ വന്നിരിക്കുന്നേ. കൊല്ലാനല്ലെങ്കിൽ പിന്നെ താൻ ചരക്കാനോ രാത്രി അങ്ങോട്ട് പോയത്? ഗോപകുമാർ സാർ, ഇയാള് സത്യം പറയുമെന്ന് തോന്നുന്നില്ല. താനാ പുറത്തേക്കുള്ള വാലം കടച്ചേക്ക്. മിനിസ്റ്ററുടെ നിലവിളി പുറത്ത് കേൾക്കണ്ട. പോലീസ് മുറ എടുത്താ സാറിന്റെ മാനം പോവും. അത് വേണോ?
വേണ്ട, മുറയൊന്നും എടുക്കണ്ട. ഞാനെല്ലാം തുറന്നു പറയാം. കൊലപാതകം നടന്ന ദിവസം രാത്രി ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി CS സെബാസ്റ്റ്യന്റെ മോടെ കൊച്ചിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ആ നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. മേളിൽ ഇരിക്കുന്ന കക്ഷികളുടെ വിവരമൊന്നുമില്ലല്ലോ. അടിച്ച് ഫിറ്റായി ചാച്ചി കാണുമോ? ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ടൊന്ന് വന്നേ. ഇങ്ങോട്ടൊന്ന് വന്നേ. ഒന്ന് കരയാതെ കുഞ്ഞെ, ആരെങ്കിലും കാണും. എന്താടി നിന്റെ വല്ലൊരു ചത്തോ? ഓ, വല്ലവന്റെ തല്ലുകൊണ്ട് അവിടെ അപ്പം ചാവാത്തന്റെ വിഷമ. നീ ഒന്നും മിണ്ടാതിരി. നിന്റെ വർത്തമാനം കേട്ടാ പിള്ളേരുടെ തല തിരിയും. ആ, മോള് വല്ലതും കഴിക്കേ. എനിക്കൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. ആനിയുടെ കൂട്ടുകാരികളുടെ മുറിയിലുണ്ട്. മേരമേ, അവളെ വിളിച്ച് വണ്ടി കെട്ടി മതി പാർട്ടി ആഘോഷമൊക്കെ. ഞാനിത് മുഴുവൻ കഴിച്ചിട്ടേ വരുന്നത്. എന്താടാ, എന്താ പ്രശ്നം? എന്ത് പറയാനാ, കുടുംബത്തെ നശിപ്പിക്കാൻ പറഞ്ഞ ഒരുത്തി ഉണ്ടായി പോയില്ലേ. ഇവളെ ഇന്ന് ഞാൻ തല്ലിക്കൊല്ലും. വീട്ടിലോട്ട് ചെല്ലട്ടെ. നീ ഇങ്ങോട്ട് വന്നേടാ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. നീ ഇപ്പൊ അവളോട് പൊയ്ക്കോ. നാളെയോ മറ്റന്നാളോ നമുക്ക് അവളെ ഇവിടുന്ന് കടത്താം. നീ വിഷമിക്കാതിരിക്കേ. ആ പിന്നെ എത്ര കിട്ടിയാലും ഞാൻ ആ വഴിക്ക് വരും. പറഞ്ഞ കാശെടുത്ത് വെച്ചേക്കണം. അവര് പോയി 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അന്തോണിച്ചനെ വിധിച്ചാണ്. അപ്പൊ സമയം എന്തായി കാണും? ഒരു 10-10:30 ആയി കാണും. എന്നിട്ട് അവിടെ ചെന്ന് ഞാൻ കാണുന്നത് ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന അനുജനെയും കുടുംബത്തെയായിരുന്നു. അവര് യാത്ര ചോദിച്ചു പോയത് കർത്താവിന്റെ അടുത്തേക്കാണെന്ന് എനിക്ക് അപ്പോഴാ കമ്മീഷണറെ ബോധ്യമായത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഉടൻ തന്നെ അഡീഷണൽ DGP ഗോമസിനെ വിളിച്ച് വിവരം പറഞ്ഞു. അഡീഷണൽ DGP തന്നെ വിളിച്ചു പറയാൻ കാരണം എന്താ? പിന്നെ തന്നെയാണ് അറിയിക്കേണ്ടത്. ഈ കൊലപാതകത്തിൽ എനിക്ക് അന്നും ഇന്നും സംശയം തന്നെയാ. അവറാച്ചൻ പറഞ്ഞ ഈ നുണക്കഥ ഞാൻ വിശ്വസിക്കുന്നു കരുതുന്നുണ്ട്. പാർട്ടി കഴിഞ്ഞ് ഞങ്ങൾ അന്തോണിച്ചന്റെ വീട്ടിൽ ചെന്നു എന്ന് വരെയുള്ള കഥ സത്യം. ബാക്കിയൊക്കെ പച്ച കള്ളമല്ലേ അവറാച്ച? കള്ളം പറഞ്ഞ കാര്യം എനിക്കെന്തുവാ? എന്റെ കുടുംബം മുച്ചൂട് തകർത്തവനെ കണ്ടുപിടിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അപ്പൊ അവറാച്ചൻ കള്ളം പറഞ്ഞിട്ടേ ഇല്ല? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണോ? അപ്പൊ താണ്ടേതോ ഈ ഡിജിറ്റൽ ഡയറി ആരുടെയാ? പറയണം. ഇതങ്ങനെ എന്റെ കൈ വന്നു. ഇതെന്റെ കൈ വന്നുകൊണ്ടാണല്ലോ അവറാച്ചൻ ഇപ്പൊ ഇവിടെ ഇരിക്കേണ്ടി വന്നു. ഇതെനിക്ക് കിട്ടിയത് കൊലപാതകം നടന്ന ആന്റണി ആറ്റുവയുടെ ബംഗ്ലാവിൽ നിന്നാ. ഈ ഡിജിറ്റൽ ഡയറി എങ്ങനെ അവിടെ വന്ന മിനിസ്റ്ററെ? ഓ, ഇതാണോ താൻ കണ്ടുപിടിച്ച വലിയ കാര്യം? എടോ മന്ദബുദ്ധി കമ്മീഷണറെ, എന്റെ അനിയന്റെ ബംഗ്ലാവിൽ ഞാൻ തോന്നുമ്പോഴൊക്കെ പോവും. അപ്പൊ അവിടെ വെച്ച് മറന്നു കാണും. എക്സാക്ട്ലി, വെച്ച് മറന്നു കാണും. പക്ഷേ എന്റെ ബുദ്ധിമാനായ മിനിസ്റ്ററെ, എനിക്കിത് കിട്ടിയത് സ്വീകരണ മുറിയിൽ നിന്നല്ല, ബെഡ്റൂമിൽ അല്ല. പിന്നെ ഇവിടുന്ന കക്കൂസിന്നായിരിക്കും. അല്ല, എനിക്ക് ഈ ഡിജിറ്റൽ ഡയറി കിട്ടിയത് അണ്ടർഗ്രൗണ്ടിലെ രഹസ്യം അറിയുന്ന. അവറാച്ചം വരണ്ടു പോയോ? ബാബുമാറേ, മിനിസ്റ്റർക്ക് ഒരു ജ്യൂസ് പറ. എനിക്കൊരു ചുക്കും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഇത്ര രഹസ്യമായി പണിത് വെച്ച ആ ഗോഡൌണിൽ അവറാച്ചൻ എന്തിനാ ഇറങ്ങിയേ? എന്തായിരുന്നു ആ ഗോഡൌണിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന രഹസ്യം? പറ അവറാച്ച, പറ. എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? ആന്റണിയെ തലക്കടിച്ചു കൊന്നത് ഗോഡൌണിൽ വെച്ചാ. അവിടെ ചോര തളം കെട്ടി കിടക്കുന്ന പാട് ഇപ്പോഴും ഉണ്ട്. താഴെ കിടന്ന ഡെഡ് ബോഡി എങ്ങനെ അവറാച്ച മുകളിൽ വന്നത്? അതോ ചത്ത് കഴിഞ്ഞ് അന്തോണിച്ച് നടന്ന മുകളിലോട്ട് കയറിയോ? അന്തോണിച്ചന് അണ്ടർഗ്രൗണ്ടിലിട്ട് കൊല്ലുകാരുന്നില്ല നീ? കർത്താവിനാണ്. അല്ല സാറേ. പിന്നെന്തിനാ നീ സീക്രട്ട് ഗോഡൌണിൽ ഇറങ്ങിയത്? പറടാ. പറയാ സാറേ, ഇന്നത്തെ കാലത്ത് മാനം മര്യാദയുടെ അനുമതി കാണിക്കാൻ പറ്റുമോ? കൈക്കൂലി മേടിക്കാൻ പറ്റുമോ? ഇനി മേടിച്ച തന്നെ വീട്ടിൽ വെക്കാൻ പറ്റുമോ? പോട്ടെ, ബാങ്കിൽ ഇടാൻ പറ്റുമോ? ഉടനെ ഇൻകം ടാക്സ്, വിജിലൻസ്, ഇന്റലിജൻസ്, മാങ്ങ, തേങ്ങ, എന്തൊക്കെ ഏടാകൂടങ്ങളാ. അതുകൊണ്ട് 10-25 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ നക്കാപ്പിച്ച് ഒളിപ്പിച്ച് വെക്കാൻ ഞാൻ അന്തോണിച്ചനെ ഏൽപ്പിച്ചത്. ആ കാശ് ഒളിപ്പിച്ച് വെക്കാനാ അണ്ടർഗ്രൗണ്ട് റൂം പണിതത്. അപ്പൊ കാശ് വെക്കാനോ എടുക്കാനോ ഇറങ്ങിയ കൂട്ടത്തിൽ ഈ ഡിജിറ്റൽ ഡയറി അവിടെ പോയതായിരിക്കും. അപ്പോ ഗോഡൌണിൽ നിന്ന് രൂപയൊക്കെ എന്ത് മുഴുവൻ താനടിച്ച് മാറ്റിയോ? അയ്യോ, എനിക്ക് 10 പൈസ കിട്ടിയിട്ടില്ല. ആ കാശ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഇപ്പൊ കാര്യം പിടികിട്ടി. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞ ഫാമിലി പ്രോബ്ലം അല്ലേ? ഈ ഡിജിറ്റൽ ഡയറിയും FIR-ൽ അഡീഷണൽ DGP മനഃപൂർവ്വം വിട്ട് കളഞ്ഞ അണ്ടർഗ്രൗണ്ടിന്റെ കാര്യവും അവറാച്ചന്റെ രാത്രിയുള്ള ഈ വിസിറ്റ് കൂടെ കൂട്ടി വായിച്ചാൽ കാശിന്റെ പേരിൽ നടന്ന തർക്കത്തിൽ അവറാച്ചനാണ് ഈ കൊല നടത്തിയെന്ന് ആർക്കാണ് അവറാച്ചൻ മനസ്സിലാക്കുന്നത്? നിങ്ങൾ രക്ഷപ്പെടില്ല മിനിസ്റ്ററെ. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച് ഈ കൊലപാതകം ചെയ്ത താനാണെങ്കിൽ
തനിക്ക് കൊലക്കയർ വാങ്ങിത്തരാതെ ഈ രാമനാഥൻ വിശ്രമിക്കില്ല. മിനിസ്റ്റർക്ക് തൽക്കാലം പോവാ. അവറാച്ചൻ വിഷമിക്കാതിരി. ഇബ്രാഹിം മിനിറ്റുകൾക്കകഞ്ഞെത്തും. രാമനാഥനെ ഫിനിഷ് ചെയ്യാൻ മുഹമ്മദ് ഇബ്രാഹിമാ നല്ലത്. അവരുടെ മുൻവൈരാഗ്യം നമുക്ക് ഗുണം ചെയ്യും. എനിക്ക് അറിയാമല്ല അതിന് ചോദിക്കാം. ഈ കൊല്ലൂന്നും കാച്ചു കളയുന്നൊക്കെ ഒരു മന്ത്രിയെ ഭീഷണിപ്പെടുത്താൻ ഈ രാമനാരി ആരാ? അവന്റെ വരത്തിലൊക്കെ മുമ്പിൽ പോയി ഇരുന്ന് കൊടുത്തല്ലോ അവറാച്ചൻ. അവന്റെ നല്ല ഇടി കിട്ടിണ്ടല്ലേ? അതൊക്കെ പോട്ടെന്റെ ഗുണശേഖര. അന്തോണിച്ചനെ ഞാൻ കൊന്നുന്ന രീതിയിൽ അവന്റെ വർത്തമാനം ആ ഡിജിറ്റൽ ഡയറി അവന്റെ കിട്ടിയതാ ആകെ കുഴപ്പമാണ്. അതെങ്ങനെ അവന്റെ കിട്ടി? താൻ കാരണം, താൻ ഒറ്റയൊരുത്തൻ കാരണം. ഞാൻ കാരണോ? പിന്നല്ലാതെ അണ്ടർഗ്രൗണ്ടിൽ കിടന്ന അന്തോണിച്ചനെ ശവം എടുത്ത് മേളിൽ കിടത്താൻ പറഞ്ഞ താനല്ലേ? ആ ശവം എടുത്ത് ഇറങ്ങിയപ്പോഴായിരിക്കും ഡയറി താഴെ പോയത്. ഞാനെന്ന് അങ്ങനെ പറയാൻ കാരണം ആ അണ്ടർഗ്രൗണ്ട് ഗോഡൌണിന്റെ കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങൾ കോടിക്കണക്കിന് സമ്പാദിച്ച കള്ളപ്പണം മുഴുവൻ ആ ഗോഡൌണിലാണ് സൂക്ഷിച്ചിരുന്നതെന്നും അത് മുഴുവൻ മോഷണം പോയെന്നും ഒക്കെ കേസന്വേഷണത്തിൽ ചൂണ്ടിക്കാണിച്ച സ്വന്തം അനുജനും കുടുംബവും നഷ്ടപ്പെട്ട അവറാച്ചന് മന്ത്രിസ്ഥാനം കൂടെ നഷ്ടമാവും. എന്നിട്ട് ഇപ്പൊ എന്തായടോ? രാമനാഥന അണ്ടർഗ്രൗണ്ട് കണ്ടുപിടിച്ചില്ലേ? ആ തുറപ്പിച്ചിട്ട് വെച്ചായിരിക്കും ഇനി അവന്റെ കളി. അങ്ങനെ കളിക്കാൻ ഇനി അവനെ ബാക്കി വെച്ചേക്കരുത്. എന്റെ കർത്താവെ, അതിനിപ്പോ ഇബ്രാഹിം എത്ര കോടിയായിരിക്കും ചോദിക്കുന്നത്? എല്ലാം തൂത്തുവാരിക്കൊണ്ട് പോയില്ലേ ആ തന്തയില്ല മക്കള്. രൂപ 300 കോടിയാ ഗുണശേഖര നമുക്ക് പോയത്. ബഹുമാന്യനായ പാതുഷയ്ക്ക് സ്വാഗതം. താങ്ക് യു. വരണം ഞങ്ങള് കാത്തിരിക്കായിരുന്നു. ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. എവിടെ അവറാച്ചൻ? ഞാനിവിടെ ഉണ്ടേ. എഴുന്നേറ്റ് വന്ന് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. വേണ്ട, എഴുന്നേക്കണ്ട. എന്താ അവൻ അത്രയ്ക്ക് ഉപദ്രവിച്ചോ? എന്റെ മനസ്സും ശരീരവും അവൻ തളർത്തിക്കളഞ്ഞു. എന്റെ അനിയനെയും കുടുംബത്തെയും കൊല്ലാൻ കൂട്ടുനിന്നവനാ രാമനാഥൻ. എന്നിട്ടിപ്പോ എന്നെ കൊലപാതകയാക്കാനുള്ള ശ്രമമാണ്. ഇനി അവനെ വെച്ചേക്കാൻ പാടില്ല. അതിനി എന്ത് വില കൊടുക്കാനും ഞങ്ങൾ തയ്യാറാ. അവനെ അത്ര നിസ്സാരക്കാരനായി കാണരുത്. ഇബ്രാഹിമിന് അവനെ ശരിക്കും അറിയാലോ. അറിയാം, ശരിക്കും അറിയാം. മാത്രമല്ല, ഇവരെ പോലെ ഇത്ര സ്വാധീനമുള്ള 2 മന്ത്രിമാരെ വരെ കടത്തിവെട്ടി കളിക്കാനുള്ള കഴിവും പിടിപാടും പണവും ഇന്ന് രാമനാഥനുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവൻ ജയിക്കില്ല. ഇത്തവണ അവന്റെ അന്ത്യം കണ്ടേ ഇബ്രാഹിം തിരിച്ചു പോകും. അച്ഛന്റെ കൂട്ടുകാർ വന്നു. കാണിക്കണ്ടേ? ഓഹോ, നീയാണല്ലേ അവന്റെ വെപ്പാട്ടി. നിന്റെ മറ്റവൻ കോടിക്കണക്കിന് രൂപ പിടിച്ചു പറിക്കുന്ന ഒളിപ്പിച്ചു വെക്കുന്ന ഇവിടെയാണല്ലേടി. കുറെ കൂടി മാന്യമായിട്ട് സംസാരിക്കണം സാർ. നീ ഞങ്ങളെ മാന്യത പഠിപ്പിക്കുന്നു. കട്ടും മൂട്ടിച്ചും കൊണ്ടുവരുന്ന കാശുറപ്പിക്കാനുള്ള മറയ്ക്ക് പേര് ഓർഫനേജ്, വേറെ എന്തൊക്കെ അനാശാസ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇതിനകത്ത്? ഇതിന്റെയൊക്കെ നടത്തിപ്പുകാർ നീയാണിത്. സിദ്ധാർത്ഥ പിടിച്ചു കയറി നായി. എന്നെ രക്ഷിക്കാൻ പിന്നാലെ വരുമല്ലോ രാക്ഷസൻ. അവനെ ഞങ്ങൾ പൂട്ടും. ഇരട്ട പൂട്ടിട്ട് പൂട്ടും. വണ്ടി എടുക്കണം. നീ കൃത്യസമയത്തിന് എത്തിയല്ലോ. നിന്റെ അവസാനം അടുത്തടാ. ഇനി നീ രക്ഷപ്പെടില്ല. നീ കൈക്കൂലി മേടിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ രേഖകളും തെളിവുകളും ഇപ്പൊ എന്റെ പക്കലുണ്ട്. ഓർഫനേജാണ് അത്ര ഓർഫനേജ്. നിന്റെ മുഴുവൻ നാറിത്തരങ്ങളും പുറകിലിരിക്കുന്ന നിന്റെ സംബന്ധക്കാരിയെ കൊണ്ട് തത്ത പറയുന്നവരെ പറയിപ്പിക്കൂടാ പുല്ലേ. ഇറക്കി വിടാവളെ. അതേടോ, ഞാൻ കോടികൾ കോഴ വാങ്ങി ഉണ്ടാക്കിയതായി കാണുന്നതൊക്കെ
അന്ധരും മൂകരും ബധിരരും ബുദ്ധിസ്ഥിരതയും ഇല്ലാത്ത അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി നിങ്ങളൊക്കെ കണ്ടാൽ അറപ്പോടെ ആട്ടി ഓടിക്കുന്ന പാവങ്ങൾക്ക് അന്തി ഉറങ്ങാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. തന്റെ കുഞ്ഞുങ്ങൾ AC റൂമിൽ ഉറങ്ങുമ്പോഴും സ്വർണ്ണ പിഞ്ഞാണത്തിനുണ്ടുമ്പോഴും എന്റെ കുഞ്ഞ് അന്തി ഉറങ്ങുന്നത് ഇതേ അനാഥാലയത്തിലാ. താനും തന്റെ ഏമാമാരും ചെയ്യുന്നത് പോലെ സംസ്ഥാനത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ച് പെമ്പർനോത്തിക്ക് അരഞ്ഞാണ് വേലവസം വാങ്ങാനല്ല രാമനാഥൻ പിടിച്ചു പറിച്ചത്. നന്മയ്ക്ക് വേണ്ടിയാ. നീ നിന്റെ മുഴുവൻ ക്രിമികീടങ്ങൾ ഒന്നിച്ചു വന്നാലും രാമനാഥന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ലടോ. പിടിച്ചു കൊടുത്തല്ലിക്കുന്നു. ഈ കമ്മീഷണർ എന്തായി കാണിക്കുന്നത്? ഒന്നില്ലെങ്കിൽ അങ്ങനെ DGP അല്ലേ? DGP അയാൾ ആരാണെന്ന് താമസിച്ചത് എല്ലാവർക്കും മനസ്സിലാവും. ചീഫ് മിനിസ്റ്ററിന്റെ സ്പെഷ്യൽ സാങ്ഷനുമായിട്ടാ രാമനാഥ് സാർ വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും ചെയ്യിച്ചത് ഗോമസ് അലക്സാണ്ടർ അല്ല. എന്താണ് നിന്റെ ഉദ്ദേശം? സി, ഐ ആം യുവർ സുപ്പീരിയർ. യെസ്, യു ആർ മൈ സുപ്പീരിയർ. ഗോപകുമാർ, മിസ്റ്റർ സുപ്പീരിയർ ഓഫീസർ, ഇവനെ അറിയോ? ഞാനെങ്ങനെ അറിയാനാ? നിനക്കറിയാവിടെ യമനെ? അറിയാം. കൊച്ചുകുട്ടനെ ലോക്കപ്പിലിട്ട് കൊല്ലാൻ നിന്നെ അയച്ചതാരാ? ഗോമസാ. ഡെയ്സിയെ കൊല്ലാൻ നിന്നെ ഹോസ്പിറ്റലിൽ അയച്ചതാരാ? അതും ഗോമസാ. കേട്ടല്ലോ മിസ്റ്റർ അഡീഷണൽ DGP. ഇനി എന്ത് പറയുന്നു? നാട്ടിൽ നിയമവും സമാധാനവും പാലിക്കേണ്ട പോലീസ് മേധാവി തന്നെ ഇത്രയും ക്രൂരമായ പാതകം ചെയ്യുക? ഐ കാൻ ബിലീവ് ഇറ്റ്. എന്റെ കൺമുന്നിൽ വെച്ച് ഹോസ്പിറ്റലിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ അപ്പൂനെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോയത്? എനിക്കറിയില്ല. ഞാൻ ഇൻസ്പെക്ടറെ ഏൽപ്പിച്ചു. അവരുടെ കയ്യിൽ നിന്ന് അവൻ ചാടിപ്പോയതാ. അപ്പോ ഡെയ്സിയെയും കൊല്ലപ്പെട്ട കൊച്ചുകുട്ടന്റെ മൊഴിയിലെ പ്രധാന പ്രതി അപ്പൂനെയും കൂടെ വകവരുത്തിയാൽ പിന്നെ കേസ് ഒരിക്കലും പൊങ്ങി വരില്ല താൻ ഉറപ്പിച്ചു അല്ലേ? അപ്പൂനോട് എന്താ ഇയാൾ പറഞ്ഞേ? കുറ്റം സമ്മതിച്ച 50 ലക്ഷം രൂപ തരാന്നും പിന്നീട് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താന്നും പറഞ്ഞു. സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നെ തല്ലിയത് പോലീസുകാരൊന്നുമല്ല, പോലീസുകാരുടെ വേഷോട്ട് ഇങ്ങേരുടെ ഗുണ്ടകളാ. DGP സാർ വന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടു. ഇതിന് നിനക്ക് വല്ല ന്യായീകരണം പറയാനുണ്ടാ? ആറ്റുവാനെയും കുടുംബത്തെയും കൊന്നത് കൂടാതെ എത്ര കൊലയാടാ നീ നടത്തിയത്? സത്യം പറ, ഇല്ലെങ്കിൽ നിന്റെ ശവമേ ഇതിനകത്ത് പുറത്തിറങ്ങൂ. കൊല്ലരുത്, ഞാനെല്ലാം പറയാം. സത്യമായിട്ട് ഞാനല്ല ആന്റണിയും കുടുംബത്തെ കൊന്നത്. വീണ്ടും കള്ളം പറയാൻ തുടങ്ങണം അല്ലടാ? സത്യമായിട്ടും അല്ല, ഞാൻ പറയുന്ന മുഴുവൻ കേക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞു തുലയ്ക്ക്. എനിക്ക് ഇച്ചിരി വെള്ളം വേണം. ഗോപകുമാറെ, സാർ അപ്പൂനെ കൊണ്ടുപോയിക്കോളൂ. 5 കോടി രൂപ തരാമെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് വേണ്ടി ഞാൻ എല്ലാത്തിനും കൂട്ടുന്നു. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടിയാ സാർ? ആർക്ക് വേണ്ടിയാ സാർ? പറയ്. ക്ഷമിക്കണം, അങ്ങനെ വേണ്ടി വന്നു. നിങ്ങളെ ഞങ്ങൾക്ക് കാണണ്ട. സ്വന്തം സഹപ്രവർത്തകരുടെ ശവം തിന്നുന്നതിനാ നിങ്ങൾ. അത് ശരിയാ, അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്.
അങ്ങയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. പോലീസുകാർക്ക് തന്നെ അന്ധനായ ഇയാളുടെ കൂടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കാവില്ല. ഇതിനെതിരെ എന്ത് ശിക്ഷ സാറ് തന്നാലും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് തന്നെയാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കാം, പറയുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം. അതിനു മുമ്പ് ഒരു മിനിറ്റ് എനിക്ക് തരാം. DGPയുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ സമയം ചോദിക്കുന്നത്. അതിനുശേഷം അഡീഷണൽ DGPയുടെ മരണത്തെക്കുറിച്ചുള്ള വിശദീകരണം ഞാൻ തരാം. ഡിയർ ഫ്രണ്ട്സ്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് അഡീഷണൽ DGP ഗോമസിനെ വെടിവെച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് എന്റെ നിഗമനം. ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റും പോലീസ് സർവീസ് റിവോൾവറിലെ ബുള്ളറ്റും 0.5 ആണ്. അതുകൊണ്ട് എങ്ങനെയാ ഒരു പോലീസുകാരനാ കൊന്നെന്ന് നിശ്ചയിക്കുന്നത്? അതേ പോയിന്റുള്ള ബുള്ളറ്റ് ഇടുന്ന വേറെ റിവോൾവറുകളില്ലേ? ശരിയാണ്, അതുകൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ബട്ട് ഐ എം ഷുവർ ഓഫ് ഇറ്റ്. ഈ കൊല നടത്തിയത് നമ്മുടെ കൂട്ടത്തിലൊരാളാണ്. വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇൻസ്പെക്ടർ രാജൻ, ഒന്ന് വന്നേ. നിങ്ങളുടെ ഷർട്ടിന്റെ പുറകുവശം കീറിയിട്ടുണ്ടോ? എന്റെ ഷർട്ടൊന്നും കീറിയിട്ടില്ല. കമ്മീഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ചെയ്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനാ? ഹേയ്, കുറ്റം ഞാൻ തന്നെ ഏക്കാം, പക്ഷേ ഷർട്ട് കീറിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നേ? അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ രാജ? കണ്ട, ഇത് ഈ ഷർട്ടിൽ നിന്ന് തന്നെ കീറിപ്പോയതാ. ഇരുട്ടത്ത് കോറിഡോറിലൂടെ ഓടി മറഞ്ഞ രൂപം കണ്ടപ്പോഴേ നിന്നെ ഞാൻ സംശയിച്ചതാ. പക്ഷേ ഉറപ്പിക്കാൻ വയ്യല്ലോ. ഇതിലെ ബാക്കി 3 ബുള്ളറ്റ് എവിടെ? അത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. സർവീസ് റിവോൾവറിലെ ബുള്ളറ്റ് വീട്ടിൽ വെച്ചു. എന്തിനാ? പിള്ളേർ കളിക്കാൻ. പറയടോ, ഇതിലെ ബാക്കി 3 ബുള്ളറ്റ് അല്ലേ അഡീഷണൽ DGPയുടെ നെഞ്ചത്ത് തറച്ചു കയറിയത്? ഞാൻ കൊന്നിട്ടില്ല. പറയടാ, ആർക്ക് വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്തത്? നീ പറയില്ലല്ലേ? പറയോ? താൻ പാതി ദൈവം പാതി നല്ലടോ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പാ, എനിക്കുള്ളത് ദൈവം എന്റെ കൈ തന്നെ കൊണ്ടുതരും. ആര്? കമ്മീഷണറോ? വരണം, ഇരിക്കണം. അത് ഇവിടെ പറഞ്ഞതടോ. നമ്മുടെ ഒരു സുഹൃത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ ഞാൻ തന്നെ ഉടനെ അങ്ങോട്ട് വിളിക്കാം. എന്റെ തലയ്ക്ക് പിന്നിലും കണ്ണുണ്ടെന്ന് കമ്മീഷണർക്ക് ഇപ്പൊ സംശയമുണ്ടല്ലേ? ഒരു സംശയമില്ല. തലയ്ക്ക് പിന്നിൽ മാത്രമല്ല, ഗുണശേഖരന്റെ ശരീരത്തിന് ചുറ്റുമുണ്ട് കണ്ണും കൊമ്പും കോമ്പലും എല്ലാം. പക്ഷേ മനുഷ്യന്റെ ശവം തിന്നുന്ന ഗുണശേഖരന്റെ ചീഞ്ഞളിഞ്ഞ കണ്ണുകൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വിഡ്ഢിയായിട്ട് അഭിനയിച്ച് മനുഷ്യനെ പറ്റിക്കുന്ന താനൊരു രക്തരക്ഷസാണ്. മനുഷ്യരക്തം കുടിക്കുന്ന രക്തരക്ഷസ്. പറടാ, ആറ്റു ആന്റണിയും കുടുംബത്തെ നീ വെട്ടിയെറിഞ്ഞ എന്തിനാണ്? പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊത്തുനുറുക്കി നീ സംഹാര താണ്ഡവമാടിയത്. പവിത്രമായ ഗാന്ധി സേവാ സദനത്തിൽ വന്നുകൊണ്ട് തെമ്മാടിത്തരം പറയുന്നു. ഇന്ന് ഗാന്ധി ജയന്തി ആയിരുന്നു നിന്റെ ഭാഗ്യം. ആ മഹാത്മാവിനോർത്ത് ഞാൻ ക്ഷമിക്കാം. കടന്നു പോണ പുറത്ത്. നിന്നെ പോലെയുള്ളവർ ഭരിക്കുന്ന ഈ നാടിന്റെ രാഷ്ട്രപിതാവാകേണ്ടി വന്ന മഹാനയോർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. ഗോപകുമാർ, ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ മൈ ഡിയർ ഹോണറബിൾ മിനിസ്റ്റർ. പൊതുജന സേവനം എന്ന നാടകം കളിച്ച് നീയും നിന്റെ സുഹൃത്ത് മന്ത്രി അവറാച്ചനും കൂടെ കട്ട് മുടിച്ചത് ഈ സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ വലിയൊരു തുകയാണ്. പണം കുമിഞ്ഞുകൂടിയപ്പോ നിന്നിലുള്ള ക്രിമിനൽ സടകുടഞ്ഞെഴുന്നേറ്റ്. അങ്ങനെ ആന്റണിയുടെ ബംഗ്ലാവിൽ ആ തുക മുഴുവൻ അടിച്ചു മാറ്റാൻ നീ തീരുമാനിച്ചു. നിനക്ക് തുണയായി കേരളത്തിലെ അതിപ്രഗത്ഭനായ പോലീസ് മേധാവി. അവിടെ ഇരിക്കുന്ന കാശിൽ 10-50 കോടി ഹാവറാച്ചന്റെ കാണത്തുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ ഈ ഉള്ളവൻ നാട്ടുകാരെ കൊങ്ങയ്ക്ക് പിടിച്ചുണ്ടാക്കിയതാ. ചേട്ടനും അതിനും കൂടി അതിന് കമ്മിയാണ്ടില്ല. ഗുണശേഖരന്റെ ഗുണം അവരറിയും. മിനിസ്റ്റർ ടെൻഷൻ അടിക്കാതെ, ഇരു ചെവി അറിയാതെ ഞാൻ പറഞ്ഞ പണി ചെയ്ത കാശ് മുഴുവൻ കൈ ഇരിക്കുകയും ചെയ്യും. അവറാച്ചനോട്ടുള്ള ബന്ധം അങ്ങോട്ട് പോകത്തുമില്ല. സമ്പാദ്യം കുമിഞ്ഞു കൂടും തോറും എനിക്ക് സംശയം തോന്നി തുടങ്ങിയതാ. ആ കാശ് പോയാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നു.
CS-ന്റെ കൊച്ചുമകളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ആന്റപ്പനും കുടുംബവും എന്തായാലും പോയിരിക്കും. അങ്ങനെ പോയാൽ അന്ന് തന്നെ സംഗതി നടപ്പാക്കുന്നു. പക്ഷേ താനും എന്റെ ഒപ്പം വേണം. ഞാൻ വെളിയിൽ നിന്ന് എല്ലാ സെറ്റപ്പും ചെയ്തു തരാം. രാജൻ മിനിസ്റ്ററോടൊപ്പം കാണും. ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്നേ. അവറാച്ചന് പരസ്യമായിട്ട് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പോലും പറ്റില്ലല്ലോ, കള്ളപ്പണമല്ലേ. പിന്നൊരു കാര്യം, സംഗതി നടന്നു കഴിയുമ്പോ എന്നെ മറന്നേക്കരുത്. ഞാൻ മറക്കില്ലോടോ ഗോമസേ. തനിക്കും തരും ഞാൻ 5 കോടി. വാരി നടക്കണം മുഴുവനും. ഇതിനകത്ത് കയറാനുള്ള ധൈര്യം നിനക്ക് അങ്ങനെ വന്നടാ പട്ടി. ഇതാര് പറഞ്ഞു നിന്നോട്? നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നിന്റെയൊക്കെ പണം സൂക്ഷിച്ചൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നോട് എന്തിനാടായത്? വഞ്ചനയും ക്രൂരതയും മാത്രം കൈമുതലാക്കിയ നീ 5 കോടി രൂപ വാഗ്ദാനം ചെയ്ത് അഡീഷണൽ DGP ഗോമസിനെ വശത്താക്കി. എന്നിട്ട് നിന്റെ ആത്മസുഹൃത്തായ അവറാച്ചനെ കൊണ്ട് തന്നെ അയാളുടെ അനുജന്റെ ശവം ചുമപ്പിച്ച് നീ മുകളിൽ കിടത്തി. നിനക്ക് വേണ്ടി ഗോമസ് കൊച്ചുകുട്ടനെ വിലക്കെടുത്തു. എന്നിട്ട് അവനെ കൊല്ലിച്ചു. നാട് മുഴുവൻ ഇളകി മറിയുമ്പോഴും ബഹുമാന്യനായ മന്ത്രി തിരശ്ശീലയ്ക്ക് പിന്നിൽ അതിസമർത്ഥമായി നാടകം കളിച്ചു. ഒടുവിൽ കള്ളി വിളിച്ചെത്താവെന്നറിഞ്ഞപ്പോ നിന്റെ എച്ചിൽ നിന്ന് വളർന്ന ഈ പോലീസ് നായയെ കൊണ്ട് തന്നെ നീ ഗോമസിനെയും കൊല്ലിച്ചു. നിന്നെപ്പോലെ ഓരോരുത്തനെ ഈ രാമനാഥൻ നേരിട്ട് നിയമത്തിന് വിട്ടുകൊടുക്കില്ല. ഒരു പോലീസ് പടയോടുകൂടി വന്ന് നിന്നെ അറസ്റ്റ് ചെയ്തിട്ട് പോകാൻ എനിക്കാവും. പക്ഷേ തൊട്ടുപുറകെ ഈ രാജ്യത്തെ മുന്തിയ ഭരണാധികാരികളും പോലീസ് മേധാവികളും കോടികളുള്ള നിന്നെ രക്ഷിക്കാൻ എത്തുമെന്ന് എനിക്കറിയാം. മിടുക്കൻ, മിടുമിടുക്കൻ. നീ രാക്ഷസനും രാമനും മനുഷ്യനും മക്ക കൂടി ചേർന്ന് കലിക്ക്. പക്ഷേ 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധി IPS ചേർച്ച നിന്റെ തലക്കില്ലടാ കമ്മീഷണറെ. തേങ്ങ മോച്ചി ചേർന്ന ഗുണശേഖരൻ ഇവിടെ വരെ എത്തി. MLA ആയി, മന്ത്രിയായി, കോടീശ്വരനായി. തെക്കന്റെ വാശിയായിരുന്നു, പകയായിരുന്നു. പണം മാത്രമാണ് എന്റെ ഈശ്വരൻ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. നിനക്കൊരു ഉള്ളിൽ ചെയ്യാൻ പറ്റടാ. കാണോ നിനക്ക് ഗുണശേഖരന്റെ ബുദ്ധി?
പേടിക്കണ്ട, നിന്റെ കുഞ്ഞു താമസിക്കുന്ന അനാഥാലയത്തിലേക്കാ. ആ അവനൊന്ന് കൊടുത്തേൻ. അവന്റെ ബോസ് ഇവിടെ നിൽപ്പണെന്ന് പറ. നിന്റെ മറ്റവനാ സംസാരിക്കേ. സാറേ, ഞാൻ അപ്പുവാ. ഞങ്ങളൊക്കെ കെട്ടിയിട്ട് ഇവിടെ ഓർഫനേജിൽ ബോംബ് വെച്ചിരിക്ക. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങള്. സാറിനൊന്നും മിണ്ടാത്ത സാറേ, സാറേ. എന്തു പറയുന്നു കമ്മീഷണറെ? ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്നവനാ ഗുണശേഖരൻ. നിനക്ക് എന്നെ വേണോ അതോ നിന്റെ പ്രിയപ്പെട്ടവരെ ജീവൻ വേണം? 10 മിനിറ്റിനകം ആ ബോംബ് പൊട്ടും. നിന്റെ ഓർഫനേജ് ചാരമാകും. അതിനുള്ളിൽ നിന്റെ ജീവനായ അമ്മുമോളും നീ ഓമനിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളും പിന്നെ സർവരും ബന്ധുവരിക്കും. അത് സഹിക്കാൻ കഴിയോ നിനക്ക്? ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ സഹായിക്കാം, എന്നെ രക്ഷപ്പെടാൻ അനുവദിച്ചാൽ. പകരം നീ സ്നേഹിക്കുന്നവരെ ജീവൻ മാത്രമല്ല, നീ ആവശ്യപ്പെടുന്ന കോടികളും ഗുണശേഖരം തരും. എന്തു പറയുന്നു? എനിക്ക് രക്ഷപ്പെടാവോ? മൗനം സമ്മതമെന്ന് കരുതി ഞാൻ പോകുന്നു. താങ്ക്സ് രാമനാഥ, താങ്ക്സ്. നോ, നിന്നെ ഞാൻ വിടില്ല. എന്റെ മോളെ അവളുടെ അമ്മയുടെ അടുത്ത് പരലോകത്ത് വെച്ച് ഞാൻ കണ്ടോളാം. എന്നാലും നീ രക്ഷപ്പെടാൻ പാടില്ല. രക്ഷപ്പെട്ടാൽ ഈ നാട്ടിൽ ഈ നിരവധി കുഞ്ഞുങ്ങൾ അനാഥരാവും, അച്ഛനില്ലാത്തവരാവും. ഭരണാധികാരിയുടെ വേഷമണിഞ്ഞ് പ്രജകളെ മുഴുവൻ നിർദ്ദയം കൊന്നെടുക്കുന്ന നിന്നെപ്പോലൊരു ക്രിമിനലിനെ കൊന്നിട്ട് ഞാനും എന്റെ മോളും എന്റെ കുടുംബവും എല്ലാം നശിച്ചോട്ടെ. നിന്നെ മതി എനിക്ക്. രാമനാഥൻ IPS, സിറ്റി പോലീസ് കമ്മീഷണർ. നീ രാക്ഷസനാണല്ലോ പുല്ല്. അപ്പൊ ഞാൻ പോട്ടെ അപ്പുക്കുട്ട. ഇനി 5 മിനിറ്റേ ഉള്ളൂ ഇത് പൊട്ടാൻ. അതിനു മുമ്പ് എനിക്ക് ഗാന്ധി സേവാ സദനത്തിലെത്തണം. അവിടെ നിന്റെ ദൈവം രാമനാഥനെ എനിക്ക് സമാധിയിരുത്തണം. ഞങ്ങളെ വേണേ കൊന്നോ, ഈ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടൂടെ? ഇല്ല, അവനോടൊപ്പം അവന്റെ ജീവനായ എല്ലാം നശിക്കണം. എങ്കിലേ ഇബ്രാഹിമിന്റെ പക തീരൂ. ഓക്കെ, ഗുഡ് ബൈ. സുഖമരണം നേരുന്നു.
നിന്റെ ഭാര്യ മാത്രമല്ല, ഇപ്പൊ നിന്റെ കുഞ്ഞിനെയും ചുട്ടി ഞാൻ ചാമ്പലാക്കി. ഇനി എനിക്ക് നിന്നെ വേണം. അവനെ വിടരുത്, അവനെ പിടിച്ചോ. എന്താണ് താനീ കാണിച്ചേ? രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരെ തനിക്കൊല്ലാനാണ് എനിക്ക് IPS തന്നിരിക്കുന്നത്. അല്ലടോ, രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരെയും ഈ നാട്ടിലെ ജനങ്ങളെയും സേവിക്കാനാണ്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ജനദ്രോഹികളും കുറ്റവാളികളുമായ മന്ത്രിമാരെ രക്ഷിക്കാൻ IPS പറഞ്ഞിട്ടില്ല. തന്റെ അനിയനെയും കുടുംബത്തെയും വെട്ടി നുറുക്കിയവനാണോ ഈ കിടക്കുന്നത്? കോട്ടയം ചന്തയിലെ കൂലിത്തൊഴിലാളിയായിരുന്ന അവറാച്ചനും കാൽക്കാച്ചന് ഗതിയില്ലാതെ തേങ്ങാമോട്ടിച്ച് നടന്ന ഗുണശേഖരനും ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാണ്. ഇവന്മാർക്ക് എവിടെ നിന്ന് കിട്ടി ഈ പണം? ഉടുതുണിയില്ലാത്തവന് സ്വന്തം മേൽമുണ്ടൊരിഞ്ഞു കൊടുത്ത ഈ മഹാത്മാവിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ കപട നാടകം നടത്തുന്ന നിന്നെ പോലെയുള്ളവരെ എന്ന് ജനം തിരിച്ചറിയുന്നു, അന്നേ ഈ നാട് നന്നാവൂ.
വേണ്ട രാമനാഥ വേണ്ട, അബദ്ധം കാണിക്കരുത്. Don't move.